അങ്ങനല്ല. ഏട്ടതെന്താട്ടാ ഇത് മൂട്ടിപ്പഴം. മൂട്ടിയോ? നിങ്ങളാ കാണുന്ന ചെറുതായിട്ട് മൂട്ടിയിട്ടുണ്ട്. എന്താ വെച്ചാല് ഇപ്പൊ ഞങ്ങളെ ഈ വീഡിയോ ഒരു ട്രഷർ ഹണ്ടായിട്ട് മാറിയിട്ടുണ്ട്. ഓരോ ഹിന്റ് ഓരോ സ്ഥലത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഒരു കുരിശുപള്ളി എത്തിക്കണ്. ഞാൻ കുരിശുപള്ളി കഴിഞ്ഞിട്ട് അതാ പള്ളി എത്തി. ഇവിടുന്ന് ചോദിച്ചു പോട്ടോ. ഹലോ അസ്സലാമലൈക്കും. അപ്പൊ ഞങ്ങള് ഇവിടെ ഒരു ഫാമിൽ എത്തിട്ടോ. ഞങ്ങള് കരുവാരക്കുണ്ട്. ഞങ്ങളെ വീടിന്റെ അവിടെ നിന്ന് 1 മണിക്കൂർ യാത്ര ഉണ്ട്. അങ്ങനെ കഠിനമായിരുന്നു ഫാമിൽ എത്തിക്കണേ. അപ്പൊ നമ്മള് എന്താ ഗാർഡനൊക്കെ തുടങ്ങാൻ വേണ്ടി പോകല്ലേ. അപ്പൊ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ അയാളോട് ചോദിച്ച് മനസ്സിലാക്കാനുണ്ട്. അപ്പൊ ഇതാണ് അടിപൊളി ഗാർഡൻ ആണ് കേട്ടോ. എല്ലാ ഫ്രൂട്ട്സ് മരങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ വന്നാല് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി പോകാം. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഗായ്സ്, ഇവിടെ കാണാൻ നല്ല അടിപൊളിയാണ് കേട്ടോ. ഇതാ വരുന്നോട് തന്നെ വിജയേട്ടന്റെ ഫാം. വിജയേട്ടത് എവിടെയാണ് സ്ഥലം? കരുവാരക്കുണ്ട് പഞ്ചായത്തില് ചുള്ളിയോട് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ വന്നാ തൈകളൊക്കെ വാങ്ങാം അല്ലെ? ഉണ്ടോ തൈകൾ നമ്മളടുത്ത് ഉത്പാദിപ്പിക്കുന്ന കുറച്ച് തൈകള്? ഗ്രാഫ്റ്റ് ബെഡിങ്ങോ എങ്ങനെയാണ്? അത് അപ്രോച്ച് ഗ്രാഫ്റ്റ് ഉണ്ട്, ബഡ് ഉണ്ട്, ലെയർ ഉണ്ട്. ആയിക്കോട്ടെ. പിന്നെ പുലാസാൻ ഉണ്ട്, അബിയുണ്ട്, മിൽക്ക് ഫ്രൂട്ട് ഉണ്ട്. ഇപ്പൊ പുലാസാന്റെ സമയമാണ്. പിന്നെ ഇവിടെ ഫ്രൂട്ട്സ് ഒക്കെ കിട്ടൂലേ എല്ലാ സമയത്ത്? ഫ്രൂട്ട്സുകളുള്ള സമയത്ത് ഏകദേശം ഒക്കെ തീർന്നു. അപ്പൊ ഞങ്ങളും ഇതേപോലെ ചെറിയൊരു ഗാർഡൻ ഒക്കെ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹമുള്ള ആൾക്കാരാണ്. അപ്പൊ ഇങ്ങനെ ചെറിയ ചെറിയ തൈകളൊക്കെ വല്ലയിടത്തുനിന്ന് വാങ്ങി ഇങ്ങനെ ഇതാക്കി വെച്ചിരിക്കണം. അപ്പൊ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാതെ വിചാരിച്ചിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നത്. അപ്പൊ കുറെ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാനുണ്ട്. അപ്പൊ നിങ്ങൾ അറിയണൊക്കെ നിങ്ങൾ പറഞ്ഞുതരാം. കേട്ടോളി. ഇതാണ് കെപ്പൽ. പഴയ കാലത്ത് ഇന്തോനേഷ്യയുടെ രാജകീയ പഴം എന്നൊക്കെ കേട്ടിരുന്നു. ഇത് വളർത്താനുള്ള അധികാരം, ഇത് കഴിക്കാനുള്ള അധികാരമൊക്കെ അവിടുത്തെ ഭരണാധികാരികൾക്ക് മാത്രമേ ഉള്ളൂ. അല്ലാത്തവരടുത്ത് വളർത്താനും കഴിക്കാനും ഒന്നും പാടില്ല എന്നൊക്കെയാണ് ചരിത്രത്തിൽ കേട്ടിരുന്നത്. ഇതിന്റെ പഴം കഴിച്ചാല് തുടർച്ചയായിട്ട് ഒരു 2-3 ദിവസം കഴിച്ചാല് ഇതിന് മനുഷ്യന്റെ ശരീരത്തിന്റെ വിയർപ്പിനൊരു സുഗന്ധം ഉണ്ടാവും. അതുകൊണ്ട് പെർഫ്യൂം ഫ്രൂട്ട് എന്നൊരു പേരുണ്ട് അത്രേ കേൾക്കുന്നു. പക്ഷെ നമ്മളെ ഇല്ല, ഇവിടെ വേറെ കാഴ്ചയുണ്ട്. അനുഭവത്തില് ഒരു ടേസ്റ്റും ഇല്ലാത്തൊരു സാധനം. സത്യസന്ധമായി പറ്റിച്ചു തരുന്നില്ല, സത്യസന്ധമായി പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ കൂടുതലായിട്ട് ഇവിടെ എന്താണ് കൃഷി ചെയ്യണേ? ഇവിടെ മാംഗോസ്റ്റിനുണ്ട്, റംബുട്ടാനുണ്ട്, പുലാസാനുണ്ട്, അബിയുണ്ട്, നാടനുണ്ട്. നമ്മുടെ നാട്ടിലെ അല്ല ഇതൊക്കെ ഇങ്ങനെ ബഡ് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളാണോ വെച്ചതൊക്കെ? ഇതൊക്കെ ആദ്യം വെച്ചത് പറഞ്ഞാൽ തനി നാടൻ തൈകളാണ്. നാടൻ സീഡിട്ട് മുളപ്പിച്ചുണ്ടായി. അത് കായ്ച്ചു വന്നപ്പോഴാണ് പുതിയ പുതിയ ഇനങ്ങൾ ഇറങ്ങുന്നത്. അപ്പൊ അത് മുറുക്കി വീണ്ടും ബഡ് അങ്ങനെ മുറിച്ച് ബഡ് ചെയ്ത് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മള് ഇങ്ങനെ സാധാ ബഡ് തൈകളും ഗ്രാഫ്റ്റ് തൈകളും ഒക്കെ വെച്ചാൽ പെട്ടെന്ന് കായ്ക്കും വെക്കുന്ന തൈ. നമ്മള് സീഡ് തൈ വെച്ചാ മിനിമം 5 വർഷം പലതും കായ്ക്കാണ്ട്. അബിയൂന് മാത്രം 2 വർഷം അല്ലെങ്കിൽ 3 വർഷം, അതിൽ കൂടുതൽ എന്തായാലും വരില്ല. അപ്പൊ ഇത് കണ്ടോ, ഇതൊരു വലിയ മരമാണ്. അത് ഭയങ്കര ഹൈറ്റ് പോയിട്ട് അതിനിപ്പോ കട്ട് ചെയ്തിട്ട് അതിന്റെ കൊമ്പ് വളർന്നപ്പോ ഒരു ഇത് റംബുട്ടാന്റെ പുതിയൊരു വെറൈറ്റി അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്താണ്. ഇത് അടുത്ത വർഷം കായ്ക്കും. അതാണ് അതിന്റെ പ്രത്യേകത. റംബുട്ടാന് 22 വെറൈറ്റി. കളറിലും ടേസ്റ്റിലും ഒക്കെ വ്യത്യാസം. അതിലിപ്പോ 5-6 വെറൈറ്റി ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഒന്നിനും പറ്റാത്ത ചെറിയ തൈ ആയിരുന്നു കൊടുന്ന് വെച്ചതാണോ? പലതും സീഡിട്ടതാണ്. സീഡിട്ട് മുളച്ചു വന്നിട്ട് അങ്ങനെ വന്നാണ്. പിന്നെ പുതിയ ഇനങ്ങളൊക്കെ പിന്നീടാ വരുന്നത്. ഇതൊരു 10-20 വർഷമായിട്ട് തുടങ്ങിയ പരിപാടിയല്ല. ഈ ഫീൽഡിൽ തന്നെ. അതായത് കവുങ്ങ് തോട്ടമായിരുന്നു. ഈ കവുങ്ങും തോട്ടത്തിന്റെ ഇടയില് പിന്നെ കുറെ ജാതി വെച്ചു. ജാതി ആൺജാതി ആയത് കുറെ കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പൊ അതിലൊക്കെ കിട്ടുന്ന ഗ്യാപ്പിൽ എന്തെങ്കിലും ഭക്ഷിക്കാലോ എന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കിയാണ്. പിന്നെ അതിനോടൊരു താല്പര്യം അമിതമായി വന്നു. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ സ്ഥലമൊക്കെ എടുത്താണ്ട് തൈകൾ വെക്കുമ്പോഴേ ഈ തൈകൾ ഏകദേശം ഓരോ തൈകൾ എത്ര തമ്മിൽ? അത് ഓരോന്നിനും വ്യത്യാസമുണ്ട്. റംബുട്ടാൻ മാത്രം വെക്കുമ്പോൾ 40 അടി അകലാണ് റംബുട്ടാൻ. അങ്ങനെയല്ല, നമ്മളെല്ലാതും മിക്സഡ് ആയിട്ട് ഇപ്പൊ നമ്മളൊരു വീട്ടിലൊരു ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ റംബുട്ടാൻ വെക്കുന്നുണ്ടെങ്കിൽ 40 അകലത്തിൽ വെച്ചാൽ ഉയരം കുറവുള്ള കുറെ എണ്ണങ്ങൾ നമുക്ക് അതിന്റെ ഇടയിൽ സെറ്റ് ചെയ്യാം. 40 അടിയോ? 40 ഫീറ്റ് അത്യാവശ്യം വേണം. കുറച്ച് സ്ഥലമാണെങ്കിൽ ഒരു റംബുട്ടാൻ വെക്കാം. ബാക്കി അങ്ങനെ എല്ലാതും പാടെ നമുക്ക് വെക്കാൻ പറ്റില്ല. കായ്ക്കൂല.
കായ്ക്കായി അല്ല തൊക്കപ്പാട വളർന്ന് പിന്നെ ഇടയിൽ മുറിച്ച് കളയേണ്ടി വരുമല്ലോ. അങ്ങനല്ല ഈ ബെഡായി അതേപോലെ തന്നെ ഗ്രാഫ്റ്റായി എന്നൊക്കെ നമ്മൾ വാങ്ങുമ്പോ അത് 10 അടിയിലേറെ ഉയർത്താൻ പാടില്ല എന്ന് പറയാലോ. അല്ല നമ്മള് വാങ്ങണ അത് ഫാമിൽ അങ്ങനെ 10 അടിയിലൊക്കെ നിർത്തുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന 1 കിലോനോ 1/2 കിലോനോ അല്ലെങ്കിൽ 2 കിലോനൊക്കെ. 2 കിലോനൊക്കെ അല്ലേ. ഇത് നമ്മളെ റംബുട്ടാൻ എന്ന് പറയുന്ന അത്യാവശ്യം മോശമില്ലാത്ത കിട്ടിയാൽ ഒരു 100 കിലോന്റെ മേലെ 200 കിലോന്റെ വിളവ് വരുന്ന ഒരു 100 കിലോ ഇനി ഒന്നുമില്ല ഒരു 50 കിലോ കിട്ടുന്ന രീതിയിലെങ്കിലും നമ്മൾ നിർത്തണം. ഇത് ഏകദേശം നമ്മളിപ്പോ എത്ര ഇതിലാണ് സ്ഥലം? എത്ര? ഇത് 1 ഏക്കർ 60 സെന്റിലുള്ളതാണ് അല്ലേ. ഏതൊക്കെ കുറെ ഐറ്റംസ് ഉണ്ട്. അതിൽ കവുങ്ങ് തെങ്ങ് ജാതി പിന്നെ കുറെ ഫ്രൂട്ട്സുകൾ. നിങ്ങൾ പുറത്ത് കൊണ്ടുപോയി വിൽക്കലാണോ? ഇല്ല, ഒക്കെ ഇവിടെ ഒന്ന് വാങ്ങിക്കല. അപൂർവം ഒക്കെ ഉള്ള പുറത്ത് കൊണ്ടുപോകല്. ഇതൊക്കെ നിങ്ങൾക്ക് ഇതിക്ക് വരാനുള്ള താല്പര്യം എങ്ങനെയായിരുന്നു? പാരമ്പര്യമായിട്ട് തലമുറകളായിട്ട് കർഷകരാണ്. ഞാന് എന്റെ SLC കഴിഞ്ഞ ഉടനെ 1-2 വർഷം ഇങ്ങനെ പുറത്തു കൂടി പോയി. പിന്നെ വന്നിട്ട് ഏകദേശം 20 വയസ്സ് തുടങ്ങിയ. 20 വയസ്സ് തുടങ്ങിയതാണ്. അന്ന് തുടങ്ങിയാണ്. അന്ന് കർഷകരുടെ അന്നൊക്കെ നെൽവയലാണ്. അതൊക്കെ അവാർഡ് ഇവിടെ ഈ പഞ്ചായത്തിന് കൊണ്ടു കിട്ടി. പിന്നെ അതിന്റെ പിന്നാലെ ഇതിന്റെ പേരൊന്നും ഇട്ടിട്ടില്ല അല്ലെ? ഒരു പേരൊക്കെ ഇടണം അല്ലേ? എന്നാലും വിജയേട്ടന്റെ ഫാം എന്നൊരു പേരുണ്ടാവുള്ളു. എന്നാലല്ലേ നിങ്ങക്ക് വരാൻ പറ്റുള്ളൂ. പിന്നെ ഞങ്ങളെ വീഡിയോ കണ്ടു കുറെ ആൾക്കാർ നിങ്ങൾക്ക് വിളിച്ചു. ആളുകൾക്ക് അറിയാം, ആളുകള് എന്നും വരാറുണ്ട് അല്ലേ? രാസവളം കൊടുക്കായൊന്നുമില്ല. ഒരു 2, 3, 4 വർഷം കഴിയുമ്പോൾ ഒരു പ്രാവശ്യം കൊടുക്കുക. അതൊക്കെ ലിമിറ്റ് വെച്ചിട്ട് കൊടുക്കുക. രാസവളം ഇട്ടിട്ട് വലിയ ദോഷമൊന്നുമില്ല. പക്ഷെ എന്താ വെച്ചാൽ അമിതമായി ഒന്നും കൊടുക്കാൻ പാടില്ല. വളരെ കുറച്ചേ പാടുള്ളൂ. പിന്നെ അല്ലേ ഇപ്പൊ ഞങ്ങളെ വീട്ടിലൊക്കെ വെച്ചില്ലേ ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ അതെല്ലാം ഒരേ ടൈമിൽ പഴുക്കൂല. അങ്ങനെ ഓരോന്ന് ഇങ്ങനെ പറയാം. ഒരുമിച്ചാണ് പഴുത്തത്, ഒരുമിച്ച് തീരൂല. അപ്പൊ കഴിക്കാൻ അങ്ങനല്ല. അപ്പൊ നമ്മള് നിങ്ങളൊരു ഇത് അങ്ങനെ സെയിൽ ചെയ്യാണല്ലോ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരുമിച്ച് പോകുമ്പോഴല്ലേ അത് കാര്യമുള്ളൂ. അതായത് ഈ റംബുട്ടാൻ എന്നൊക്കെ പറയുന്നത്, റംബുട്ടാനെ നമുക്ക് പഴുത്തിട്ടും എത്രയും അതിൽ നിർത്താം. ഏകദേശം എല്ലാം പഴയതിന് ശേഷം നല്ല പഴുത്തതിന് ശേഷം കട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നെറ്റിടൽ നിർബന്ധമാണ്. പിന്നെ അതേപോലെ ഞങ്ങളിപ്പോ ഈ മുന്തിരിയൊക്കെ ചെറിയ വള്ളിയായിട്ട് വീട്ടിലുണ്ട്. അപ്പൊ അയിമലൊക്കെ പറഞ്ഞാല് കൊലയായിട്ടുണ്ട്. പക്ഷെ ആ പച്ച കളറിൽ ഓരോന്നൊക്കെ ഇങ്ങനെ പോയിക്കോളൂ. അപ്പൊ ഓരോന്ന് കഴിക്കാം. അങ്ങനെ ഒരു കൊല മാത്രല്ലേ അതിൽ ഓരോന്നിങ്ങനെ. അപ്പൊ നമ്മള് വീട്ടിലല്ലോ വള്ളി എന്തിനാ ഇവിടെ മരത്തില് മുന്തിരി കാഴ്ച. മരമുന്തിരി അല്ലേ? ജബോട്ടിക്കാവ് അല്ലെ? അതിനല്ല. അപ്പൊ നമ്മള് വീട്ടിലില്ല 1-2 മരങ്ങളൊക്കെ ആവുമ്പോ പറഞ്ഞാലേ വീട്ടിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടൂല. അതാണല്ലേ പ്രശ്നം. ഫ്രൂട്ട്സ് ഇതൊക്കെ ആവുമ്പോഴും ഇതെന്താണ്? ബറാബ അല്ലെ? അത് വീട്ടിലുണ്ട്. ഇത് വലിയ ഒരു പുളിയും മധുരൊക്കെ കൂടിയ ടേസ്റ്റ് അല്ലേ? വലിപ്പുണ്ട് അത് കായ്. ഇത്ര വലിപ്പല്ല. ഇത് നല്ല വലിപ്പുണ്ട് അല്ലേ? ആണെങ്കിലാണ് പാട്. കുഴപ്പമില്ല. ചെറുതിന്റെ അതിലുണ്ട്, ചെറുതോടെ ഉണ്ട്. ഇങ്ങനല്ലേ വട്ടത്തില് റൗണ്ട് ആയിട്ടില്ല. ഇങ്ങനെ മേൽഭാഗം മുറിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ എന്താ വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒതുക്കി നിർത്തുക. അല്ലെങ്കിൽ ഇത് കുറെ ആകാശത്തേക്ക് വളർന്നിട്ട് നമുക്ക് കിട്ടൂല. കിളിയാള് കൊണ്ടുപോയി തിന്നും എന്നല്ലാതെ. പുളിമധുരം അല്ലേ? ഇതിന്റെ തൊലിമത്തെ കളറ് നല്ല ഒന്നും കൂടി ഒരു റോസ് കളർ വരും. അപ്പോഴാണ് ശരിക്കും അത് എടുക്കുക. ശരിക്കായിട്ടുണ്ടാവില്ല. അതാണ് നമ്മളെ ഫാമിന്റെ പ്രത്യേകത അല്ലേ? പിന്നെ ചില തൈകൾ നമ്മള് വെച്ച് കഴിഞ്ഞാലേ ഈ വെച്ച പോലെ തന്നെ മുരടിച്ചു കൊണ്ട് ഇങ്ങനെ നിക്കൂലേ. അപ്പൊ എത്ര വളമിട്ട് കൊടുത്തു കഴിഞ്ഞാലും അത് അങ്ങോട്ട് മെച്ചപ്പെടുന്നില്ല. എന്താ നമ്മള് ചെയ്യേണ്ടതിന്? അത് 2 കാര്യമാണ് അതിലുള്ളത്. ഒന്ന്, നമ്മൾ ഈ കവറില് കണ്ടമാനം വളങ്ങൾ കൊടുത്തിട്ട് ഇലയ്ക്ക് പിന്നെ വളമടിക്കും. പിന്നെ അതേപോലെ കവറിൽ വളമിടും. നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ഭയങ്കര പച്ചപ്പായിട്ട് കാണും. അത് സ്വാഭാവികമായിട്ടും മണ്ണിൽ വെച്ച് കഴിഞ്ഞാൽ വളരാനൊരു കുറച്ച് സമയം എടുക്കും. പിന്നീട് നന്നാവും, വേറെ കുഴപ്പമൊന്നുമില്ല. എന്നാൽ ചില കവറിലൊക്കെ ഇങ്ങനെ അത്ര ഒരു പുഷ്ടിപ്പൊന്നും തോന്നാത്ത സാധനങ്ങളൊക്കെ നാളെ വിശന്നിരിക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കണ കാര്യം മണ്ണിലേക്ക് വെക്കുമ്പോൾ പെട്ടെന്ന് കായ്ക്കും. ഈ പേരയ്ക്ക് ഇവിടെ പേരയൊക്കെ ഉണ്ടോ? പേരയൊക്കെ ഉണ്ട്. ഞാനേ മീൻകുട്ടികളുണ്ട് ഇവിടെ തീറ്റ കൊടുക്കട്ടെ. അപ്പൊ നമ്മള് ഇവിടെ ഒരു കുളമൊക്കെ ഉണ്ട് എന്നാ പറഞ്ഞത്.
മീൻകുട്ടികളല്ലേ ഇതിങ്ങനല്ലേ ഉം. ഇതിന് തീറ്റ കൊടുക്കാം കേട്ടോ. നല്ല രസല്ലേ, നല്ല തണുപ്പും. ഉം. ഇതിനായിട്ടില്ലേ ഫുഡ് കഴിക്കാറില്ലത്. അതെ അതെ ആയിക്കോട്ടോ. വിജയേട്ടന്റെ മീൻകുട്ടികളാണ് കേട്ടോ ഗൈസ് ഇത്. കുട്ടികളൊന്നല്ല, വലുതൊക്കെ ഉണ്ടല്ലേ. ഇപ്പൊ പറഞ്ഞങ്ങള് ഇത് സിലോപ്പിയ ഉണ്ട്, നെട്ടർ ഉണ്ട്, വേണ്ട വലിയ മീനുകൾ. ഇതെങ്ങനെ വിളവെടുക്കണ സമയം, ഇത് എങ്ങനെ എടുക്കണ സമയം അങ്ങനെ? അത് നമുക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ അല്ലേ, അത്രേ ഉള്ളൂ. അല്ലാതെ വിൽക്കണൊന്നുമില്ല അല്ലേ. വീട്ടിലത്തെ ആവശ്യത്തിനൊക്കെ അല്ലേ. ആവശ്യത്തിന് ഞങ്ങൾക്ക് ഒരു ഇഷ്ടേക്കാരല്ലേ ഇതിനോടൊക്കെ. മീൻ വളർത്തുന്നത് താല്പര്യമാണ്. ഇത് ചൈനീസ് ഓറഞ്ച്, ബുഷ് ഓറഞ്ച് എന്നൊക്കെ പറയുന്ന. പക്ഷെ നമ്മളതേ ബെഡ് തൈയൊക്കെ വാങ്ങുമ്പോ അധികം ഇത് കൊറേ കാലായിട്ടേക്കാരല്ലേ. ഇത് സീഡ് തൈ വെച്ചാണ്. സീഡ് തൈ വെച്ചതാണ്. സീഡ് തൈ 5 വർഷം. നിങ്ങള് എവിടുന്ന തൈകൾ? നമ്മളെ ഇതിന്റെ റുളീനിയ അല്ലേ, തായ്ലൻഡിന്റെ സീതപ്പഴം. ഇതിലുണ്ട്, കൊറേ കായുണ്ട്. റുളീനിയ ഇതേതാ വെറൈറ്റി? തായ്ലൻഡോ? വലുതാവും, 1 കിലോ 2 കിലോ വരെ വെയിറ്റ് ഉള്ളത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് എണ്ണം മരത്തിലുണ്ടായാൽ അത് വെയിറ്റ് കുറയും. ടേസ്റ്റ് ഒരു വലിയ മധുരല്ല, ചെറിയൊരു പുളി മധുരമുണ്ട്. പക്ഷെ നല്ല കഴിക്കാം. അതാ സീതാപ്പഴത്തിന്റെ ടേസ്റ്റ് ആണോ? അല്ല, അത് ചെറിയൊരു വ്യത്യാസം. ഷേപ്പ് ഇങ്ങനെയാണ്. അത് ഭയങ്കര മുള്ളു പോലെ തോന്നുന്നു വലുതാവുമ്പോ. ഇത് അബിയു. അബിയുവിന്റെ കൊറേ മരങ്ങളുണ്ട്. പക്ഷെ അബിയുവിന്റെ ഇലക്കെ ഇവിടെ ചെറുതില്ലേ, നമ്മള് വാങ്ങിയതൊക്കെ വലിയ. ഇതില് ഇതെന്താ വെച്ചാല്, ഇതാണ് എൻ്റെ അടുത്ത് ഒരു 10-20 വർഷമായിട്ട് കായ്ക്കുന്ന ഒരു അബിയു. ആ അബിയുവിന്റെ ഇലകളൊക്കെ അത്രയേ ഉള്ളൂ. ഇതിൽ തന്നെ ഞാൻ എടുത്തു വെച്ചത് ഇപ്പോ വലിയ ഇലകളുണ്ട്. അബിയു പെട്ടെന്ന് എനിക്ക് ക്രോസ് പോളിനേഷൻ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ വെച്ചാൽ ഇത് തന്നെ തൈ കിട്ടിക്കോളണം എന്നില്ല, വേറെ എന്തെങ്കിലും ആയിരിക്കും. പുലാസാനാണിത്. തീർന്നു എന്ന് പറയാം. ഫസ്റ്റ് ടൈം കാണുന്നത്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതതിന് മേലെ നമ്മളിപ്പോ പാടത്ത് ഇങ്ങനത്തെ ഒന്ന് വെച്ചരുതി കുഴപ്പമില്ല അല്ലേ. വെള്ളം നിക്കരുത് എന്നുള്ളൂ അല്ലേ. ചെലവര് പറയും പാടത്ത് വെച്ച വേര് ചെയ്യുന്നൊക്കെ പറയുന്നേക്കാം. അത് വെള്ളം നിന്നാൽ ഉണ്ടാവും. വലിയ കാനകൾ കീറി കൊടുത്ത് ഒഴിവാക്കി വിടണം. അങ്ങനെ ചെയ്താൽ മതി അല്ലേ. നെല്ലുകൾ കൃഷി ചെയ്തിരുന്ന പാടാ. ഇതിങ്ങനെ പൊട്ടിച്ചോക്കാം. കോർക്ക് തുറക്കണ പോലെ നല്ല ജ്യൂസ്. ഒരു നീര് വരുന്നുണ്ടോ? അതാണ് മുതല്. നമ്മളെ റംബൂട്ടാന്റെ ഒക്കെ പോലെ ടേസ്റ്റിന് നല്ല വ്യത്യാസം ഉണ്ട് എന്നാ പറയണേ അല്ലേ. പക്ഷെ ഇത് ചിലവരൊക്കെ ഫസ്റ്റ് തന്നെ ഉണ്ടാവുമ്പോ ഇത് തോട് മാത്രം ഉണ്ടാവുക എന്ന് പറയണേക്കാം അല്ലെ. വീഡിയോയിലൊക്കെ കാണുന്നുണ്ട്. അത് പിന്നെ വരുമ്പോ പിന്നെ ഞാനിതിന് ഒരു പ്രത്യേക വളപ്രയോഗം ഉണ്ട്. അതായത് എല്ലാരോടും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞുതരുള്ളൂ. അത് പറയാതെ നമ്മളെ ഈ റോക്ക് ഫോസ്ഫേറ്റ് കിട്ടുമല്ലോ, പാറപ്പൊടി. അതായത് ഇങ്ങനെ യൂറിയ, മഷൂരി, പൊട്ടാഷ് എന്നൊക്കെ പറയുന്നത് ആ മസൂരി ഫോസ് എന്ന് പറയുന്ന സാധനമാണ്. അതൊരു വർഷത്തിൽ 4-5 പ്രാവശ്യം 1/2 കിലോ വീതമോ അല്ലെങ്കിൽ തൈയിന്റെ വലുപ്പത്തിനൊക്കെ അനുസരിച്ച് ഇട്ടു കൊടുക്കും. എല്ലാ തൈനും ഇതിനുള്ള അതിന്റെ പ്രത്യേകത ഞാൻ കണ്ടുള്ളൂ. അങ്ങനെ പേട്ടുകായ് ഒക്കെ നല്ല കായായി കിട്ടിയിരിക്കും. ഞാനത് എല്ലാവരോടും പറയാറുണ്ട്. പലരും പരീക്ഷിച്ചിട്ട് എന്നോട് പറഞ്ഞത് നന്നായി കേട്ടോ. സക്സസ് ആയി. ഈ വലുപ്പത്തിൽ അതൊരു തൈ വെച്ചാണ് 2 വർഷം കഴിഞ്ഞത് 3ാമത്തെ വർഷത്തേക്ക് എത്തി. ഇതുണ്ടോ, വളർച്ച തീരെ കുറവാണ്. ഒറ്റക്ക് തിന്നലടി. ഇതാണ് അതിന്റെ. ഇതിപ്പോ 2 വർഷം കഴിഞ്ഞ് 3ാമത്തെ വർഷം എത്തി. ഇതൊക്കെയാണ് റംബുട്ടാൻ എത്ര വലുതായിട്ട്. ആളുകൾ പറയുന്നത് തൈ തീരെ വലുതായുള്ള. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ കൊമ്പുകളും ഒക്കെ ചെറിയ. അല്ല, ഇത് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്ത പൂവും കായുള്ള കൊമ്പുകളൊക്കെ അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അത് കട്ട് ചെയ്തേ വലിയ മരങ്ങള് ഉണ്ടായിരുന്നു. അത് വലടാനൊന്നും പറ്റാതെ അത്ര വലുതായിരുന്നു.
അപ്പൊ ഞാനതിന്ന് ഒതുക്കി നിർത്തേണ്ട പരിപാടിയാണ്. ആ. അപ്പൊ ഈ വാങ്ങണ തൈകളൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു 8 അടി 10 അടിയിലൊക്കെ വെച്ചെടുക്കാൻ പറ്റുമോ? തൈകൾ നമ്മൾ പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്ത് നിർത്തിയാൽ പ്രൂൺ ചെയ്ത് നിർത്തണം, ഒതുക്കി നിർത്തണം. ഒതുക്കി നിർത്തണം. ഓ, മാവൊക്കെ കണ്ടില്ലേ 1.5 മീറ്റർ അകലത്തിൽ വെക്കണം. വെക്കണേ അത് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അതിന്റെ പ്രൂണിങ്ങും കാര്യങ്ങളൊക്കെ കൃത്യമായി. തൈകൾ വെക്കണ സമയത്ത് എന്ത് വളമൊക്കെ ഇട്ട് കൊടുക്കുക? തൈകൾ വെക്കുന്ന സമയത്ത് നമ്മൾ ആട്ടിൻകാട്ട ഇടാ, വളപ്പൊടി ഇടാ, പിന്നെ എല്ലുപൊടി ഇടാ, എല്ലാം കൊടുക്കാം. മണ്ണിലധികം കൊടുക്കണം. എത്ര മാസം കൂടുമ്പോ പിന്നെ ചെയ്യണം നമ്മളിത്? പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ സാധാരണ ചെയ്ത് ഈ ആദ്യ കാലഘട്ടങ്ങളിലൊക്കെ മഴ തുടങ്ങുന്ന സമയം, മഴ അവസാനിക്കുന്ന സമയം ഒരു പ്രാവശ്യം ഇടുന്നതിന് പകരം അത് 2 പ്രാവശ്യമായിട്ട് കൊടുക്കും. അത്രേ ഉള്ളൂ. പിന്നെ ഈ തൈകൾ വെക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ്? പുതുമഴ തുടങ്ങുന്ന സമയത്ത്. ഇപ്പൊ ഈ സമയോ? ഈ സമയമല്ല, മഴ തുടങ്ങുന്നതിന്റെ തൊട്ട് മുമ്പായിട്ട് കുറച്ച് വെള്ളം നനയ്ക്കാനൊക്കെ കിട്ടണം. ചിലപ്പോ ഇതേതാണ് ഏട്ടാ മരം? ഇത് ആഫ്രിക്കൻ പിസ്ത, മലബാർ ചെസ്റ്റ്നട്ട് എന്നൊക്കെ പറയുന്ന സാധനം. ഇത് കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇതിങ്ങടെ പൊട്ടും. അതിന്റെ സീഡൊക്കെ താഴത്തേക്ക് വീഴും. അതപ്പോ നമ്മൾ കഴിച്ചാല് ഒരു നമ്മളെ കശുവണ്ടിയൊക്കെ മുളച്ചിട്ട് വരുന്നില്ലേ, അതേപോലെ വരൂലേ. ഇതിങ്ങനെ പൊളിക്കുക, എന്നിട്ട് നേരെ വായിക്കിടുക. ഇത് പിന്നെ ഒന്ന് നമ്മളെ അടുപ്പിന്റെ സൈഡിലൊക്കെ വെച്ചാലേ പെട്ടെന്ന് ഒരു ഉണക്കുണ്ടാവും. ഉണക്കിയാൽ ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും. കഴിച്ചോക്ക്. ഓളൂര് മുതലേക്കോ. ഇവിടെ ഈ സ്ഥലത്ത് എല്ലാ വീട്ടിലും ഏകദേശം ഇങ്ങനെയൊക്കെ എല്ലാ മരങ്ങളും ഉണ്ട്. അത്യാവശ്യം എല്ലാവരും എല്ലാ വീട്ടിലും അതെ. അങ്ങനെ പറയരുത്. നിങ്ങൾക്ക് കാണാനും ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് വാങ്ങും. ഇപ്പൊ ഏകദേശം ഫ്രൂട്ട്സ് ഒക്കെ കഴിഞ്ഞിരിക്കണം. ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് വരുന്നത് ചേട്ടാ. ഇപ്പൊ അത് കഴിഞ്ഞു. ഇനിയിപ്പോ അബിയും മിൽക്ക് ഫ്രൂട്ടൊക്കെ അതൊക്കെ അതിന്റെ ടൈം എപ്പോഴാണ്? നവംബർ ഡിസംബർ ഒക്കെ ആകുമ്പോ ആണല്ലേ. പിന്നെ സമയം നിൽക്കൂലേ കുറെ. ഞങ്ങൾ അന്ന് വരണ്ടേ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ റംബൂട്ടാനൊക്കെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രൂൺ ചെയ്യണം. ഉണ്ടായി നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ഉടനെ ഫുൾ ആയിട്ട് ബ്രൂൺ ചെയ്യണം അല്ലേ. നല്ലതാണ് അല്ലേ. ഇത് N18 അല്ലേ. പഴുപ്പാവുന്നുള്ളൂ. എന്താ എന്റെ വലിയൊരു ആഗ്രഹം തോട്ടത്തിൽ കൂടെ പോണം, ഫ്രൂട്ട്സ് ഇങ്ങനെ പറിക്കണം, തിന്നണം, നല്ല ആഗ്രഹമാണ്. ഇതേ ഈ വിദേശ സ്റ്റൈലാണ് അല്ലേ. ഇവിടെ വന്ന് വാങ്ങാന്ന് പറയണ വിദേശത്തൊക്കെ അങ്ങനെയാണല്ലോ. നമ്മള് ഇങ്ങനെ എല്ലായിടത്ത് പോയി ഫ്രഷ് ഫ്രൂട്ട് വാങ്ങി അങ്ങനെ അല്ലേ കടകളിൽ നിന്ന് വാങ്ങാൻ 2-3 കാര്യങ്ങളുണ്ട്. അത് എന്താ വെച്ചാല് നമുക്ക് ഇതെന്താണെന്ന് അറിയാൻ പറ്റും. ഇതെങ്ങനെ ഉണ്ടാവണം, എവിടുന്ന ഉണ്ടാവുന്നൊക്കെ അറിയാം. പിന്നെ നമ്മളെ റംബുട്ടാൻ ആളുകൾക്ക് ആകെ അറിയാം റംബുട്ടാൻ. അതില് ചിലപ്പോൾ മഞ്ഞയും ചുവപ്പും കണ്ടു, അതിന്റെ അപ്പുറത്ത് ആർക്കും അറിയില്ല. ഇതിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. പച്ചയിൽ മധുരമുള്ള ഉണ്ട്, പകുതി പച്ചയാകുമ്പോൾ മധുരമുള്ളതുണ്ട്, ചിലത് നല്ല പഴുത്താൽ മാത്രം മധുരം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ടേസ്റ്റിനും വ്യത്യാസമുണ്ട്. ഇതൊക്കെ മഴ ഇതൊക്കെ എടുക്കാടാണ്. തായ്ലൻഡ് പേരല്ലേ. 1 കിലോയിലേറെ. അല്ലെ കീടനാശിനികളൊക്കെ എന്താ യൂസ് ചെയ്യല്? ഒഴിച്ചല്ല. അപ്പൊ നമ്മളെ ഈ ഫ്രൂട്ട്സ് ഒക്കെ അങ്ങനെ ഇലകളൊക്കെ അങ്ങനെ അതായത് തൈ വെക്കുന്ന സമയത്ത് ഇലക്ക് അപൂർവല്ലേ അപ്പൊ ഉണ്ടാവുള്ളൂ അല്ലേ. ആ ഒരു സമയത്ത് ആ ഇലക്കൊക്കെ അടിച്ചു കൊടുക്കല്ലേ. പഴങ്ങൾക്കൊന്നും അടിക്കാറില്ല. സമയത്ത് നമ്മൾ നോക്കുക. റംബുട്ടാന് ഈ പലരും പറയുന്നത് കൊഴിഞ്ഞു പോകുന്നതിന് മരുന്നടിക്കണം. ഞാൻ ചെയ്യാറില്ല. ഒന്നെന്താ വെച്ചാല് ഇത് കുട്ടികൾ കഴിക്കുന്നതാണ്, നേരിട്ട് കഴിക്കുന്നതാണ്. അപ്പൊ അത് പരമാവധി വിഷം ഒഴിവാക്കുക, അത്രേ ഉള്ളൂ. ഫുള്ളായിട്ട് നിങ്ങൾ വെട്ടിയിട്ടില്ലേ? മൂത്ത കൊമ്പനെയാണ് അല്ലേ വെട്ടിയതൊക്കെ? കൊമ്പാണ്. അതിന് ടൈം ഉണ്ടാവോ? അടുത്ത സീസൺ കിട്ടില്ല, പിന്നത്തെ സീസൺ നമുക്കത് കായ്ക്കും. പിന്നെ തെഴുത്ത് വരും അല്ലേ? അത് തെഴുത്ത് വരും. ഇത് റംബുട്ടാനാണ്. അതില് 2 വെറൈറ്റി ഉണ്ട്. ഒരു മരത്തിൽ തന്നെ 2 വെറൈറ്റി ഓൾറെഡി ഉണ്ടല്ലേ. റംബൂട്ടാനാണ് കേട്ടോ കേസ് അങ്ങനെ ചെയ്തിരിക്കണത്. നമ്മളൊക്കെ പറയില്ല അങ്ങനെ കഴിഞ്ഞാൽ ഉണങ്ങിപ്പോ ഉണ്ടാവില്ല എന്നൊക്കെ പറയില്ല. പക്ഷെ ഇത് അങ്ങനെ ചെയ്യാന്നാണ് ഏട്ടൻ പറയുന്നത് കേട്ടോ. ഇത് അബിയു അല്ലേ? ഇത് അബിയു, ഇത് വേറൊരു അബിയു. ഇതിന്റെ 2ന്റെ ഇലക്ക് വ്യത്യാസം കണ്ടില്ലേ? ഈ 2 അബിയുന്റെ ഇലക്ക് വ്യത്യാസമുണ്ട്. ഇത് വേറെ ടൈപ്പാണ് കേട്ടോ. നമ്മൾ ഏകദേശം കടകളിൽ നിന്നൊക്കെ വാങ്ങി നമ്മൾ കണ്ടിരിക്കുന്നത് കുറച്ച് ഇല വലിയ ടൈപ്പാണ് അല്ലേ ഓളോ? സെമി നിപ്പിൾ, ചെറിയ നിപ്പിളായിരിക്കും. ഇത് വലിയ നിപ്പിളാണ്. പിന്നെ നമ്മൾ ഈ വല ഇട്ട് കൊടുക്കണം എന്ന് പറയണത് എന്തിനാണ്? വല ഇട്ട് കൊടുക്കുന്നത്, വല ഇട്ട് കൊടുത്താൽ നമുക്ക് കേടില്ലാതെ കിട്ടുമൊക്കെ.
അത് ഈ എങ്ങനെ ജീവികൾ കേട് വരുത്തുന്നോ ആ ഉദ്ദേശം? പക്ഷികള് കൊത്തിയിട്ട് ഇതുണ്ടോ ഈ കിടക്കുന്നുണ്ടോ നിലത്തൊക്കെ, പിന്നെ ഇതിങ്ങനെ കൊറേ ഉണ്ടാകുന്ന സമയത്ത് കൊറേ പച്ച കൊഴിഞ്ഞു പോകൂലേ? അതൊക്കെ പോവും. അതെന്താണ്? അത് എല്ലാത്തിനും സംഭവിക്കൂലേ അങ്ങനെ? അല്ല അതിന്റെ ഇതാ ആ. പ്രകൃതിക്ക് ചില നിയമങ്ങളൊക്കെ ഉണ്ട്. ആ. അതായത് ഈ ചെടിക്ക് ഉം. ഒരു ഭാരം താങ്ങാതെ വന്നു കഴിഞ്ഞാല് ആ. സ്വാഭാവികമായിട്ടും ഇതിന്റെ കൊമ്പൊക്കെ പൊട്ടിപ്പോവും. ഭാരം പിന്നെ താങ്ങാൻ പറ്റാത്ത അത്ര ഭാരം വന്ന കൊമ്പുകളൊക്കെ പൊട്ടി. അപ്പൊ ആ ചെടിക്ക് താങ്ങാൻ പറ്റാവുന്ന അത്ര എണ്ണ അതിൽ നിർത്തുള്ളൂ. പിന്നെ ചില കാലാവസ്ഥേന്റെ പ്രശ്നം കൊണ്ട് വല്ലാതെ കൊഴിഞ്ഞു പോകാം, അതങ്ങനെ പോകും. ഏട്ട പറഞ്ഞിട്ടില്ല പ്രകൃതിക്ക് ഒരു ഇതുണ്ട്. കാരണം ഈ മരത്തുമ്മേ താങ്ങാൻ കഴിയാതാവുമ്പം അത് തെന്നാലെ കൊഴിച്ചിടുന്നതാണ്. അപ്പൊ എല്ലാവരും അത് ഒരു പ്രശ്നമായി കാണണ്ട. അല്ല പിന്നുള്ളത് ഈ കാറ്റടിച്ചാൽ കുറെ ഇതുണ്ടാവും. പിന്നെ മഴ അപാരം മഴ പെയ്തുകൊണ്ടേ ഇരുന്നാൽ കുറച്ച് അതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് പോകും. അല്ലെങ്കിലും ഇത് കുറച്ച് പൊഴിച്ച് കളയും. അങ്ങനെ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ ഇവിടെ മിൽക്ക് ഫ്രൂട്ട് ഉണ്ടോ? ഈ മിൽക്ക് ഫ്രൂട്ട് അതേപോലെ തന്നെ ഈ രൂപയൊക്കെ അല്ലേ, സ്വീറ്റ് രൂപയൊക്കെ, അതൊക്കെ ഇങ്ങനെ പൂവിട്ട് കഴിഞ്ഞിട്ട് കായ്ക്കൂല. പൂവ് ഇങ്ങനെ കൊഴിഞ്ഞു പോകും, അല്ലെങ്കിൽ ചെറിയ ചെറിയ കായ്കളായതിനു ശേഷം കൊഴിഞ്ഞു പോകും. അതങ്ങനെ ഫസ്റ്റത്തെ ടൈമിൽ അങ്ങനെ ഉണ്ടാവുമോ? ഫസ്റ്റ് കഴിക്കുന്ന ടൈമിൽ മിൽക്ക് ഫ്രൂട്ട് കായ്ക്കാതിരിക്കില്ല. കൊറേ പൂവിടലുണ്ട്. കഴിഞ്ഞ വർഷം പൂവിട്ടിനു, അപ്പൊ ഒന്നും ഉണ്ടായില്ല. പിന്നെ അത് അതേപോലെ പോയി. പിന്നെ ഇപ്രാവശ്യം പൂവിട്ടിക്കണ്. അത് ആദ്യത്തെ വർഷമൊക്കെ അങ്ങനെ ഉണ്ടായിക്കൂടായില്ല. സാധാരണഗതിയിൽ പൂവിട്ടാൽ അതൊക്കെ ഇനി ഒന്നോ രണ്ടെങ്കിലും പിടിക്കാതിരിക്കില്ല. പക്ഷെ അബിയൂന് ചില അബിയൂന് അങ്ങനെ വരാറുണ്ട്, കേൾക്കുന്നുണ്ട്. എന്റേത് തന്നെ ഒരു അബിയു പിന്നെ 7ാമത്തെ വർഷം കായ്ച്ചു, ഒരു അബിയു 2ാമത്തെ വർഷം കായ്ച്ചു. 7ാമത്തെ വർഷം കായ്ച്ചത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ആകെ ഒരു വർഷത്തിൽ ഒരു 10 കായിലേറെ കിട്ടാറില്ല. പക്ഷെ അത് വലിയ അബിയു ആണെന്ന് മാത്രം. പിന്നെ ഞങ്ങളെ അബിയു ഇതേപോലെ കാഴ്ചയായ ഇലന്റെ തുമ്പത്ത് ഒരു വെള്ള സൈസ് പൂപ്പൊരു പോലെ ഇങ്ങനെ വരുന്നുണ്ട്. അതങ്ങനെ എല്ലാത്തിനും വരുന്ന കേടാണോ? 10 അടി ഉണ്ട്. അത് ഇതിന്റെ ഇലയുടെ അടി കൂടെ ഒക്കെ ഉണ്ടാവും. അത് നമ്മളെ ഈ ചെറിയ ഉറുമ്പുകൾ ഉണ്ടല്ലോ, അവരതൊക്കെ കൊണ്ടുപോയി വെച്ച് അവരുടെ ഒരു ഭക്ഷണം തേന് പോലെയാണ് അതിന്റെ. പിടിച്ചു നോക്കിയിട്ടുണ്ടോ? പിന്നെ ഒരു ചെറിയ ജീവിയുണ്ട്, രണ്ടും ഇങ്ങനെ ഉണ്ടായില്ല. അതിന് ശരിക്ക് മരുന്നടിക്കാതെ തന്നെ നമ്മളെ പിന്നെ ഓസ് ഇട്ടിട്ട് നല്ലോണം ഫോഴ്സിലുണ്ട് അടിച്ചാൽ തെറിച്ചു പോകും. ഇനി അതല്ല കായും ഒന്നും ഇല്ലാത്ത സമയത്താണെങ്കിൽ നമുക്ക് കുറച്ച് കീടനാശിനികൾ എന്തെങ്കിലും ഒന്ന് ഇലയുടെ അടി കൂടെ അടിച്ചു കൊടുത്താൽ. ഇത് ഒരു വെറൈറ്റി സാധനം. ഇത് ഒരു വെറൈറ്റി ഇതാണ്. ഇതിന്റെ റെഡ് ചെറിയ റെഡ് ആവുള്ളൂ. ഇത് മലേഷ്യന്റെ ഒരു വെറൈറ്റിയാണ്. ഇതിൽ കൂടുതൽ ഐറ്റംസ് ഉള്ളത് എന്താണ് കേട്ടോ, N18 ആണ്. പിന്നുള്ളത് ഇതൊരു മലേഷ്യന്റെ വെറൈറ്റിയാണ്. ഇതിനൊരു പ്രത്യേകത, തനി റെഡ് ആവില്ല. ഇതുണ്ടോ, ഇതാണ് ഇതിന്റെ. അതൊന്ന് പൊട്ടിച്ചു നോക്കുക. അതിന്റെ ഒരു ടേസ്റ്റ് അതിന് വ്യത്യസ്തമാണ്, മറ്റുള്ളതിൽ നിന്നൊരു വ്യത്യസ്തമാണ്. കുറച്ചും കൂടി ജ്യൂസി ടൈപ്പാ. ഇത് കയ്യിന് ബലണ്ട്, ഇത് ഇങ്ങനെ പിടിച്ചാൽ ഇത് പൊട്ടിപ്പോകും. പക്ഷെ നമ്മളെ പുലാസാന് പെട്ടെന്ന് പൊട്ടുന്നുണ്ട് അല്ലേ? പുലാസാൻ വേറെയാണ്. മോള് സ്വപ്നത്തിക്ക് വന്ന പോലെ, സ്വപ്നത്തിൽ കയറിയ പോലെ കേട്ടോ മോള് പറയണേ. കാരണം നമ്മുടെ നാട്ടിലൊന്നും ഇത്രക്കില്ല കേട്ടോ. ഇവിടെ ഒരു വെറൈറ്റി റേറ്റ് ആണ്. ഏട്ടത് എന്താട്ടാ? ഇത് മൂട്ടിപ്പഴം. മൂട്ടിയോ? കാണുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല, കഴിക്കൂ. അച്ചാറിടാൻ പറ്റൂലേ? പുളിയാണ്, ചെറിയൊരു മധുരം. മധുരല്ലേ? ഇതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാല് ഇത് പിന്നെ പെൺമരാണ്. ഇത് ആൺമരം ഉണ്ടെങ്കിൽ ഇതിൽ ശരിക്ക് ഈ ഇത് കായ് പിടിച്ച് സക്സസ് ആകുള്ളൂ. ആൺമരം ഇതാപ്പ ഞാൻ ഒന്ന് കൊടുന്ന് ഇപ്പൊ അവിടെ വെച്ചിട്ടുണ്ട്, പൂത്തു. അടുത്ത വർഷം ഇത് കായ ഒന്നും കൂടി നല്ല വലിപ്പം ഉണ്ടാവും. ഇപ്പൊ ഇതിന്റെ ഉള്ളിലൊന്നും ഉണ്ടാവില്ല. അച്ചാറിടാൻ സൂപ്പർ സാധനം. പുളിയാണോ? ഇതിങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് മരം തന്നെ കാണാതെ അത്ര ഉണ്ടാവും. നമ്മുടെ ഈ കാട്ടുമുന്തിരിന്റെ ഒക്കെ അതേപോലെ ഇതിന്റെ മരം നോക്ക്, മരത്തിന്റെ ഇല തന്നെ കാണാൻ പ്രത്യേക രസല്ലേ? ബാ നമുക്ക് ഇതിന്റെ അടുത്തുനിന്ന് ഒരു ഫോട്ടോ എടുക്കാം ഏട്ടന്റെ ഒപ്പം. ബാ. ഇതെന്തിനാ ഞാൻ കൊച്ചി അച്ചാറിടാലോ? അച്ചാറിടാം. ഫോട്ടോ എടുത്തിട്ട് ഇതെന്തോ ഒരു ഇതുപോലെ കരിമ്പിന്റെ ഒക്കെ പോലെ. സലാക്കോ?
തലാക്ക്, സ്നേക്ക് ഫ്രൂട്ട് ഒക്കെ ഇതിന്റെ, അതായത് ഇതിന്റെ പഴത്തിന്റെ തൊലി പാമ്പിന്റെ തൊലി പോലെയാണ്. അതിന്റെ പൂവാണിത്. പൂവില്ലേ? ആ ഇതെങ്ങനെ എന്നിട്ട് ഈ പൂവുണ്ടായതിനു ശേഷമാണോ ആ കായ പൂ ഉണ്ടായിട്ട് അതിന്റെ ഉള്ളിൽ കായ ഉണ്ടാകും. നല്ല അത്യാവശ്യം വലിപ്പം ഉണ്ടാവും. കണ്ടോ? അതെന്തിനാ ചൂണ്ടില്ല. ഈ ഒരു മുള്ളിന് മ്യൂസിക് ഓക്കെ ഇതിമ്മ തട്ടിയ മ്യൂസിക് വേറെ വരും കേട്ടോ. കണ്ടോ ഓരോ സൗണ്ട് ഒരു സൗണ്ട് വരുന്നുണ്ട് അല്ലേ? ഷാർപ്പാ. പിയാനോന്റെ സൗണ്ട് ആണ് കേട്ടോ ഇതിമേ. പിന്നെ ദുരിയാനോ പാര ടേസ്റ്റും എങ്ങനെ? ദുരിയാന് വൃത്തികെട്ട സ്വർഗവും നരകവും ഒരു പഴത്തില്. ആ ടേസ്റ്റ് കൊണ്ട് സ്വർഗാണ്, അതിന്റെ സ്മെല്ലുകൊണ്ട് നരകാണ്. പക്ഷെ സ്മെല്ലൊരു കുറച്ച് ദിവസമൊക്കെ നമ്മളത് ഇങ്ങനെ അനുഭവിച്ചാല് പിന്നെ നമുക്ക് ആ സ്മെല്ലൊന്നും തോന്നൂല. പിന്നെ അതിന്റെ പഴത്തിന് സ്മെല്ലില്ല, ആ മറ്റേ തൊലിക്ക് മാത്രമേ ഉള്ളൂ. കഴിച്ചാൽ നമ്പർ 1 എന്ന് പറയാൻ പറ്റുന്ന സാധനം. പാടത്തൊക്കെ ഇങ്ങനത്തെ തൈകൾ വെക്കുകയാണെങ്കിൽ ഏട്ടൻ പറയണത് ഇതുപോലെ ഇടയിൽ ഇങ്ങനെ ചാല് കീറി കൊടുക്കുക. നല്ല ഉഷാറിലുണ്ടാവും. വേര് ചെയ്യുന്നൊക്കെ ചിലവർ പറയാലോ, പക്ഷെ ആ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ അടിയിൽ ചാല് കീറി കൊടുക്കാനാണ് ഏട്ടൻ പറയുന്നത് കേട്ടോ. എന്നാ വെള്ളം അതിൽ പോയും ചെയ്തോളും. നമ്മളെ തൈകൾക്ക് നമ്മളെപ്പോഴും നനക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അല്ലേ ഏട്ടാ? ഇല്ല, ആവശ്യം നമുക്ക് തോന്നുകയാണെങ്കിൽ എവിടെയെങ്കിലും വെള്ളം പുറത്തേക്ക് പോകുന്നിടത്താൻ കെട്ടി നിർത്തിയാൽ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കിട്ടും. ഞങ്ങൾ ഈ മരൊക്കെ ഇപ്പൊ ഇറങ്ങിയതാണ്. നിങ്ങളെടുത്ത് വരുമ്പോഴാണ് ഇതിന്റെ വലിപ്പം കണ്ടുകാണ്ട്. ഇതേ എന്നോട് 12 വർഷം കഴിഞ്ഞിട്ട് കായ്ക്കുമെന്ന് പറഞ്ഞ് തന്നൊരു സാധനമാണ്. 12 വർഷം കഴിഞ്ഞിട്ട്, അതായത് സബാറ എന്ന് പറഞ്ഞ. പക്ഷെ 4ാമത്തെ വർഷം കായ്ച്ചപ്പോഴാണ് ഞാൻ വന്തം വിട്ട്, തന്നാൾ വന്തം വിട്ടു. പിന്നെ അതിന്റെ പിറകെ ഒരു നടത്തായിരുന്നു. അപ്പൊ ഇത് ഡി ക്യാബിനോ എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ്. സബാറ ജബോട്ടിക്കാലോ ഡി ക്യാബ്. ഇതിന് ഞെട്ടിന് കുറച്ച് നീളം കൂടുതലുണ്ട്. അതേപോലെ ഒരു 6-7 പഴമൊക്കെ ഒരു കൊലയിലുണ്ടാവും. ഞങ്ങളൊക്കെ വാങ്ങിയതാണല്ലേ, ചെറിയ തൈയാണ്. അതൊക്കെ വലിയ തൈ. അത് അല്ല, അത് വേറെ റെഡ് ഹൈബ്രിഡും പ്രിക്കോഷൊക്കെ ഉണ്ടാക്കിയ 3ാമത്തെ വർഷം കായ്ക്കും. സബാറയ്ക്ക് മാത്രമുള്ളൊരു സമയം പിടിക്കുന്നു. ടേസ്റ്റ് നല്ല ടേസ്റ്റ്. അതുണ്ടോ ഈ പൂവിന്റെ ഒക്കെ ഇതുണ്ടോ? സംഭവം നമ്മൾ വീട്ടിലൊക്കെ വെച്ചാലേ കാണാൻ നല്ല ഭംഗി, കാണാനും നല്ല പഴം. ഇനി ഇതിന്റെ പ്രത്യേകത ഉണ്ടോ? ഇതിപ്പോ നിറയെ മുട്ടും ഇതൊക്കെ ആയി. ഇനിയിപ്പോ കായ തുടങ്ങും. ആ പെരുമഴ കഴിഞ്ഞാല് കായ്ക്കാൻ തുടങ്ങും. പിന്നെ അടുത്ത പെരുമഴക്കാലം വരെ ശരിക്ക് എന്നും കായ ഉണ്ടാവും. പൂവും കായും നിറയെ ഉണ്ടാവും. അതതിന്റെ പ്രത്യേകത. പിന്നെ നമ്മുടെ ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇല്ലേ, അത് വെച്ച് നല്ല ഉഷാറിലായി 1 കൊല്ലം കഴിഞ്ഞാലും ചിലത് കായ്ക്കൂലല്ലോ. നല്ല ഇലയും ഇതൊക്കെ നല്ലോണം ഉണ്ടാവും. തൂങ്ങി നിന്നോ ഡ്രാഗൺ? ഇങ്ങനെ ചെടിയും കയറിയിട്ട് മോളിന്ന് അങ്ങനെ കയറ്റി നല്ല ഉഷാറില് അടിക്ക് തൂങ്ങിയില്ലേ. പക്ഷെ നല്ല ഉഷാറിലുണ്ടായിക്കണം 1 കൊല്ലൊക്കെ. പക്ഷെ ഉണ്ടാവാത്ത എന്താ വെച്ചാൽ ചിലതുണ്ടാവുന്നുണ്ട്, ചിലതുണ്ടാവണില്ല. അങ്ങനെ അത് വെയില് അടിക്കുന്നില്ലേ? വെയിലടിക്കുന്നുണ്ട്, നല്ല പച്ചപ്പുണ്ട്. എന്താ നല്ല ഉഷാറില് ഇലകളൊക്കെ കണ്ടാ നല്ല ഉഷാറിലുണ്ടായിക്കണ്. പക്ഷെ കായില്ല. ഇങ്ങനെ വരാൻ എന്താ എന്താ ഇതില് മീനുണ്ട് ഏട്ടാ? അതിലുണ്ട് മീന്, കുറച്ചുള്ളൂ. ഇത് ഗൈസ് മാങ്കോസ്റ്റിനാണ്. ഇത് മാങ്കോസ്റ്റിന്റെ മരം കണ്ടോ? ഏകദേശം ഇതൊക്കെ വലിയ മരാവൂലേട്ടാ? ദീർഘായുസുണ്ടേ. 80 വർഷത്തിലേറെ പ്രായമുള്ള മാങ്കോസ്റ്റിനൊക്കെ ഉണ്ട് നാട്ടെ ഇവിടെ പറയണേ. അപ്പൊ നമ്മളെ നാട്ടിൽ ഇങ്ങനെ ഫാമും ഗാർഡനൊക്കെ വന്നപ്പോഴാണ് ഇങ്ങനെ ഇത്ര ഐറ്റംസ് മരങ്ങൾ ഉണ്ട് എന്നില്ല അറിയാം. പക്ഷെ നിങ്ങളൊക്കെ പറഞ്ഞാൽ എത്ര കാലം മുമ്പ് വെച്ചിട്ടില്ലേ? അതൊക്കെ ഈ ആദ്യ കാലഘട്ടങ്ങൾ ഈ തൃശ്ശൂർന്നൊക്കെ വന്ന ആളുകളൊക്കെ ഇവിടെ ഈ എസ്റ്റേറ്റുള്ള ആളുകളൊക്കെ മലയുടെ മുകളിൽ കൂടെ അന്നതിന് നാട്ടിൽ പറഞ്ഞ പേരെന്താ സ്വർഗത്തിലെ പഴന്ന്. നമ്മളെ നാടന്മാര് വരെ സ്വർഗത്തിലെ പഴന്ന് അറിയാം. അത്ര ടേസ്റ്റുമാണ്. പക്ഷെ ഈ ഒരു ഏരിയയിൽ ഇല്ല അത്ര, ഞങ്ങൾ അവിടെ ഒന്നും ഇല്ല. അതാണ് ഞങ്ങൾക്ക് ഇവിടെ എന്താ വെച്ചാൽ ഇവിടെ ഓരോരുത്തർ തുടങ്ങി കണ്ട് എല്ലാരും അവനാന്റെ വീട്ടില് എന്തെങ്കിലും വെക്കാതിരിക്കില്ല. അങ്ങനെയാണ്. ഇത് അർസാബോയോ മമ്മൂട്ടി ഫേമസ് ആക്കിയ ഒരു സാധനം ഉണ്ടല്ലോ. മമ്മൂട്ടിയോ? ഫ്രൂട്ട് ആണല്ലേ? ഒരു ഫ്രൂട്ട് പുളിയാണ് അല്ലേ? ജ്യൂസ് അടിക്കാൻ നല്ല സാധനം. മമ്മൂട്ടി ഫേമസ് ആക്കിയ
അർസാ പോയി. ഇത് അതേപോലെ ലാങ്സെറ്റ് പറഞ്ഞൊരു പഴം. ഏതിതോ? ആ. ലാങ്സെറ്റ്. ഇത് ഇതേപോലെ ഇപ്പൊ തന്നില്ലേ മൂട്ടി. നിങ്ങളെ മരംകുന്തിരി ഉണ്ടാവുന്ന ടൈമിൽ പറയുന്നത് ഞങ്ങള് അങ്ങനെ വാട്സപ്പിൽ അന്വേഷിക്കണ്ട്. ഞങ്ങൾക്ക് അതൊന്ന് കാണാൻ നല്ല താല്പര്യം. ഇത് ആ മൂട്ടിപ്പഴത്തിന്റെ വേറെ ഇത്. പിന്നെ മഞ്ഞ കളറാണ് പഴം. ഭയങ്കര നല്ല രസമുള്ളതാണ്. കാണാൻ ഭംഗി, കഴിക്കാനും ടേസ്റ്റാ. കൊല കൊലയായിട്ടുണ്ടാവും ഇത്. ഇതിപ്പോ ഒരു 2-3 മാസം കഴിഞ്ഞാൽ പൂക്കാൻ തുടങ്ങും. സീഡുമ്മ കടിച്ചാ ഭയങ്കര കയ്പാണ്. പക്ഷെ പൾപ്പ് ടേസ്റ്റ് നല്ല ടേസ്റ്റ് ആണ് അല്ലേ? ഏട്ടന്മാരെ സ്വർഗവും നരകവും ഒരു പഴത്തൻ തന്നെ ഉണ്ട്. ആ ഒരു പഴമാണ്. ഇതിന്റെ പേരെന്താ പറഞ്ഞേ? സ്വർഗവും നരകവും ഒരു പഴത്തില് എന്ന് പറയുന്നത് ശരിക്ക് മറ്റേ ദുരിയാനെ കുറിച്ചിട്ടാണ്. ഞാന് അതുപോലെയാണ് ഇത് പറഞ്ഞത്. കയ്പ് പറഞ്ഞിട്ടില്ലേ? ഇത് ലാങ്സെറ്റ്. ലാങ്സെറ്റ് കാണാൻ ഭയങ്കര ഭംഗിയാണ്. കളറോ? മഞ്ഞ കളർ. ഇതിലെ പോരും. മോളുവിന്റെ കയ്യിൽ സ്ഥലമില്ല ഗൈസ്. മോള് ഇവിടെ എത്തിയപ്പോ എല്ലാം മറന്നു. ഇപ്പൊക്ക് പോകണ്ടോ? മറ്റേത് വരുന്ന വഴിയൊക്കെ കണ്ടേ. ഏട്ടന്റെ ഫ്രൂട്ട്. ഞങ്ങൾ ഈ വരുന്ന വൈക്കലൊക്കെ ഇങ്ങനെ ഇത് വിൽക്കാനൊക്കെ ഉണ്ട് അല്ലേ? ആൾക്കാര് കൊണ്ട് വലിപ്പക്കുറവുള്ള ചെറിയ രീനം അല്ലേ? ഒരു 35 ഒരു കിലോ അല്ലേ? ഇൻഷാ അല്ലാഹ് ഞങ്ങൾ ഇനി അബിയൊക്കെ ഉണ്ടാവുന്ന സമയത്തേ ഒന്നുകൂടി കഴിക്കുക. കയ്യില് സ്ഥലല്ല. മംഗോസ്റ്റിന് ഇതാട്ടോ. ഇതിന്റെ മരം ഏതാണ് മംഗോസ്റ്റിന്റെ? അവിടെ കണ്ടല്ലേ? ഒക്കെ പറിച്ച് വെച്ചതാണ് കേസ്. മംഗോസ്റ്റിൻ കണ്ടോ? ഉണ്ടാവൂലേ? ഓളോ ഏട്ടൻ ഭയങ്കര സ്വീകരണം കേട്ടോ. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഏട്ടൻ നല്ല ഇഷ്ടപ്പെട്ടത്. അത് വേണമെങ്കിൽ ഇതിന്റെ ഒരു പ്രശ്നം ഉണ്ട് കേട്ടോ. ഇത് വേണേ ഇപ്പൊ കഴിച്ചു പോയിക്കോളി. ഏട്ടനെ കണ്ടാൽ നമുക്ക് അറിയട്ടോ എത്രത്തോളം കൃഷിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അല്ലേ? ഇത് ഉള്ളില് കേടുണ്ടാവും. മഴക്കാലമായി കേടുണ്ടാവും. അതാണ് പ്രശ്നം. വെള്ളം ഇതാവുമ്പോ അല്ലേ? ഇപ്പം ഇന്നാളൊരു വീഡിയോ കണ്ടില്ല, അതിൽ നല്ല വെള്ളം ഫ്രഷ് ചെയ്യുന്നു അല്ലേ? കിടി മോള് ചിരിച്ച് 14 പോലെ ചെറിയ കഴിഞ്ഞ് ഏട്ടനിങ്ങനെ സ്നേഹം ആയിരിക്കും. ശരിയാണ്. എന്ത് ചെയ്യാനാ? ഇവിടെ വന്നപ്പോ നിങ്ങക്കത് ഏതാ നല്ലത് തോന്നിയപ്പോ? കൊറേ ഏത് കഴിച്ചാലും ആയിന്ന് പറയും. നമുക്ക് പുലാസ്ഥാന് നല്ല ഇഷ്ടായി. എനിക്ക് സംഭവം എല്ലാം ഇഷ്ടപ്പെട്ടു കേട്ടോ. നമ്മളേ ഈ ഫ്രൂട്ട്സ് മരങ്ങളും കൃഷി ഇതൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് അതിനെ പറ്റി കൂടുതൽ അറിവുണ്ടാവും. നമ്മള് ഇപ്പൊ ഈ ഏട്ടൻ പറഞ്ഞുതരാണ് ഈ ഫ്രൂട്ടിന് എങ്ങനെയാണ് ഇതിന്റെ ഉള്ളിൽ കൂടുതൽ ഐറ്റംസ് ഉണ്ടാന്ന് പറയാൻ നമുക്ക് കേക്കട്ടോ. ഏട്ടൻ ഒന്ന് പറഞ്ഞത് 1 2 3 4 5 ഈ ഇതിലെ നെട്ടിന്റെ ഞെട്ടിയല്ല അടിയിലുള്ള എത്ര എണ്ണം ഉണ്ടോ? ഇത് 2 4 5 ഇതിൽ 6 എണ്ണം ഉണ്ട്. 6 എണ്ണം ഉണ്ട്. അപ്പൊ നമ്മളെ കടയിന്നൊക്കെ വാങ്ങുമ്പോ അതിന്റെ എണ്ണം നോക്കി വാങ്ങാ, കൂടുതൽ ഐറ്റംസ് ഉണ്ടാവും അല്ലേ? അങ്ങനെയൊന്നുമില്ല. 2 3 5 ഇല്ല. ഇതാ 5 ഇല്ല പറഞ്ഞ കറക്റ്റ്. ഇതാ 5 ഇല്ല ഇതില് ഉണ്ട് കേട്ടോ. മഴ ആയതുകൊണ്ട് കേടായി തുടങ്ങി. എന്റെ കളറും തന്നെ ഇങ്ങനത്തെ കളറൊന്നല്ല, നല്ല കളറായിരിക്കും. ഇവിടെ വന്നപ്പോ കണ്ട് മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു കേട്ടോ ഗൈസ്. നല്ലൊരു സ്വീകരണം. നല്ല എല്ലാത്തിനെ പറ്റി പറഞ്ഞ് നല്ല ഉഷാറില് ഇൻട്രസ്റ്റോട് കൂടി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കാരണം അങ്ങനെ ഒരു കർഷകനായിട്ടും നമുക്കെല്ലാം ചോദിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും വളപ്രയോഗവും എല്ലാം നല്ല ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങണമെങ്കിലും ഇവിടെ എല്ലാ തൈകൾ തന്നെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലും ഒക്കെ വരും കേട്ടോ. കരുവാരക്കുണ്ടാണ്. ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞങ്ങൾ ഇതിന്റെ അഡ്രസ്സും കാര്യങ്ങളും ഏട്ടന്റെ നമ്പറൊക്കെ കൊടുക്കുക. ഇങ്ങനെ പുതിയതായിട്ട് കൃഷി ചെയ്യുന്ന ആൾക്കാർക്ക് കുറേ സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങളൊക്കെ ഏട്ടനോട് വിളിച്ച് ചോദിച്ചാൽ അതിനെല്ലാം റിപ്ലൈ കൊടുക്കൂലോ? കൊടുക്കൂട്ടോ. തിരക്കൊക്കെ ആണെങ്കിൽ തിരക്കൊഴിഞ്ഞിട്ട് വിളിക്കാം.
ഇപ്പൊ നമ്മളെ ഇവിടെ ഈ നാട്ടിലുള്ളവർക്ക് കേട്ടാ അത് അത്രക്കും ഒരു ഇതുണ്ടാവില്ല. പക്ഷെ ഞങ്ങളവിടെ പറഞ്ഞാലേ ഇതൊന്നും ഇങ്ങനത്തെ ഫ്രൂട്ട് ഒന്നും ഇല്ല. ആ കരുളായി ആ ഭാഗത്തൊന്നും ഇല്ല. ഇതാണ് ഓറഞ്ച് കേട്ടോ, ബുഷ് ഓറഞ്ച്. വലിയ മരമായിക്കണ്. ഈ മരങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇത് എത്ര വർഷം മുമ്പില്ലതാണ്, കുറെ വർഷം മുമ്പില്ലതാണ്. അപ്പൊ അതിന് അത്രയും എക്സ്പീരിയൻസ് വിജയേട്ടൻ ഉണ്ട് എന്നില്ല നമുക്കറിയാം അല്ലെ. അപ്പൊ അങ്ങനെ ഇനി വാങ്ങാട്ടോ, ഫ്രൂട്ടൊക്കെ വാങ്ങാം. ആ വിളിച്ച് ചോദിച്ചാൽ മതി ഏതൊക്കെ ഫ്രൂട്ട് ഉണ്ട് ഇല്ല എന്നൊക്കെ ഏട്ടനോട് വിളിച്ച് ചോദിച്ചാൽ ഏട്ടൻ പറഞ്ഞുതരും. അപ്പൊ ആ സമയത്ത് വന്നിട്ട് നിങ്ങൾക്ക് നമ്മൾ ഈ എന്താ പറയുമ്പോൾ ഈ ഫോറിൻ കൺട്രികളിലൊക്കെ അങ്ങനെയാണ് അല്ലേ, ഇങ്ങനെ തോട്ടങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ പോയിക്കാണ്ട് ഫ്രൂട്ടൊക്കെ ഡയറക്റ്റ് ആയിട്ട് വാങ്ങും. അതേപോലെ ഷോപ്പിലൊന്നും പോകാതെ ഇവിടെ തോട്ടത്തിൽ വന്നിട്ട് ഫ്രൂട്ടൊക്കെ വാങ്ങാം. ഏട്ടനോട് ചോദിച്ചാൽ മതി. ഞങ്ങൾ ഇവിടെ തിന്നുന്ന തിരക്കിലാണ്. ഒരുവാ ഇതിപ്പം ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഇതില്ലേ, ഇത് എല്ലാ വെറൈറ്റി ഉണ്ട് ഇതില് അതോ ഒരൈറ്റം തന്നെയാണോ? ഇതില് ഈ ഒരു ലൈന് കംപ്ലീറ്റ് വ്യത്യസ്തമായ ഇതാണ്, ബാക്കിയൊക്കെ ഒന്നാണ്. മലേഷ്യൻ റെഡ്. ഇതോ യെല്ലോ? ഇത് അല്ല, ഇത് ഇസ്രായേൽ യെല്ലോ. ഇത് ഒരു ലൈനിൽ കുറെ എണ്ണം ഉണ്ട്. കുറെ ഉണ്ട് അല്ലേ. പൂവിട്ട് നിക്കാണില്ലേ എല്ലാം? അതെ, ഇത് കായൊക്കെ പറിച്ചാണ്. വെള്ളമൊന്നും വേണ്ടല്ലോ ഇതിന്? ഇല്ല, ഇതിന് മോള് അവിടെ ഒന്നും ഉണ്ടായിക്കണേ. പിന്നെ ഇത് തായ് ഓറഞ്ച്, ഇത് ഇസ്രായേൽ യെല്ലോ. അല്ലേ? ഇത് ശരിക്കും യെല്ലോ കളറാ പുറം ഭാഗം. ഇത് പിന്നെ നമ്മുടെ പഴയ കാലത്തിന്റെ ഇല്ലേ, ഉള്ളില് വെള്ള കളറില്ലേ, ആദ്യകാലത്തെ ഉണ്ടായിരുന്ന ഇനാണ്. ഇത് ഏകദേശം ഇങ്ങനെ വെയില് തട്ടുമ്പോഴേ നല്ല വെയിലാണ്, കട്ടപ്പച്ച ഉണ്ടാവൂലേ. ഇത് പലോറ. മറ്റേത് ഗോഡ്സില. ഇതില് കൊറേ ഉണ്ട്. ഇതിപ്പോ എത്രാമത്തെ എത്രയായി? ഇത് മൂന്നാം വർഷം. 3 പ്രാവശ്യം നമ്മള് വളവൊക്കെ എടുത്തിട്ടുണ്ടല്ലേ? 3 പ്രാവശ്യം. ഈ പ്രാവശ്യം നല്ല ഇഷ്ടം മാതിരി വളവുണ്ട്. ഇഷ്ടം പോലെ എടുത്തിട്ടുണ്ടല്ലേ. മോള് ഇവിടെ നോക്കിയതാ, ഇതൊക്കെ ഇവിടെ ഇവിടെ നോക്കുതാ. ഇതൊരു ഇതിന്റെ തൈകൾ കൊടുക്കണോ ഏട്ടാ? ഇതിന്റെ തൈകൾ കൊടുക്കണ്ടോ? തൈകള് ഇനി ഇപ്രാവശ്യം കൊടുക്കാം. ഇപ്രാവശ്യം ഉണ്ടാക്കിച്ചോ? അല്ല, ഇത് ഡിസംബർ ആകുമ്പോഴേ ഇത് കട്ട് ചെയ്യുള്ളൂ. ഡിസംബർ ആകുമ്പോ വന്നാൽ തൈകൾ കിട്ടും അല്ലേ? തൈകള് അല്ല, ഇത് വള്ളി മുറിച്ച് കൊടുക്കും. വേര് മുറിപ്പിക്കാതെ തന്നെ കൊടുക്കുക അല്ലേ? ഇത് മഞ്ഞ കളർ ആകുമ്പോഴാണ് ഇതിന്റെ ശരിയായ പഴുപ്പ് വരിക. അത് മഞ്ഞ കളറായി 2 ദിവസം കഴിയുമ്പോഴേക്കിന് അടിയിൽ ഇങ്ങനെ പൊട്ടാൻ തുടങ്ങും. ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാ തോന്നുന്നുണ്ട്. അങ്ങനല്ല, കമ്പി വേര് ഇട്ടിട്ടില്ല അവള്. ഞങ്ങളവിടെയൊക്കെ ആണെങ്കിൽ കമ്പി വേരൊക്കെ ഇടണം. ഇല്ലെങ്കിൽ കായ്മണ്ട സ്കൂൾ കുട്ടികളും അങ്ങനെ പോണ കുട്ടികളൊക്കെ ഇവിടുത്തെ മനുഷ്യന്മാര് നല്ല മനുഷ്യന്മാരാണ് ഇതേ. അങ്ങനെ സംഭവേ പെടല്ല. വിജയേട്ടന് പോലെ തന്നെ ആയിരിക്കും. കണ്ണിൽ തട്ടു നോക്കണേ. നമ്മളിപ്പോ എവിടെ ഗാർഡനിൽ പോവാണെങ്കിലേ അവിടെ ഒന്നെങ്കിലും മതില് അല്ലെങ്കിൽ ഒരു ഗേറ്റ് അല്ലേ, കമ്പി വേലൊക്കെ ഇട്ടേക്കും. പക്ഷെ ഇവിടെ വന്നപ്പോ ഞങ്ങക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വിജയേട്ടന്റെ തോട്ടത്തില് അങ്ങനെ ഒരു പേടിയെ വിജയേട്ടന് ഇല്ല കേട്ടോ. ആരെങ്കിലും കൊണ്ടുപോകും അങ്ങനെ എല്ലാം ഒരു പേടിയില്ല. ഒക്കെ ഓപ്പൺ ആയിട്ടാണ് നമ്മള് മുള്ളുകളൊക്കെ തുറന്ന മനസ്സുള്ള മനുഷ്യൻ. ഇവിടെ നല്ല ഒന്ന് റെഡ് കളർ ആയിട്ടുണ്ട് കേട്ടോ. നല്ലോണം ആയിട്ടില്ല, ഏകദേശം ആയത് അത്രേ പറയാറുള്ളൂ. കട്ട് ചെയ്യണല്ലേ? കത്തി കൊണ്ട് കട്ട് ചെയ്ത് പറയടാ, വേണമെങ്കിൽ കഴിക്കുകയും ചെയ്യാം. ഇത് എങ്ങനെ ചാടിയതേക്കാറല്ലേ ചെറിയത്? ഇത് വെക്കാൻ പറ്റൂലല്ലോ നമുക്ക്? അത് ഒന്നും വെക്കാൻ പറ്റൂല അല്ലേ? ഇതില് നല്ല മൂപ്പായതിന്റെ തണ്ടാണ് കട്ട് ചെയ്തിട്ട് എടുത്തു വെക്കുക. എല്ലാത്തുമ്മലും ഒരുപാടുണ്ട് അല്ലേ? ഞങ്ങളതിമലൊക്കെ ചേട്ടാ ഒന്ന് മാത്രം ഉണ്ടായിട്ടുള്ളൂ. ചിലതുമലൊക്കെ ഓരോന്ന് അങ്ങനെ. അത് ഞാൻ പറഞ്ഞേ, വെയില് നല്ലോണല്ലേ? വെയിലിന്റെ കമ്മിയാണ്. പിന്നെ ഇതിന് ഈ ലൈൻ എത്തിയില്ലേ, ഇനി അടുത്ത പ്രാവശ്യം ഇത് അതിന്റെ ആവശ്യമില്ല. ഇത് മലേഷ്യൻ റെഡിന് അതിന്റെ ആവശ്യമില്ല. മലേഷ്യൻ റെഡിന് പോളിനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. മറ്റേ രാത്രി 9 മണിക്ക് ചെയ്യണം പറഞ്ഞ ചെയ്ത് കൊടുക്കലുണ്ട്. അത് വേണ്ട, നിർബന്ധമില്ലാത്ത കാര്യം. ഇതില് ഞങ്ങൾ പോളിനേഷൻ ചെയ്തിട്ടേ ഇല്ല. പോളിനേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാത്തന്നെ ഉണ്ടാവും പറയണേ. പൂവിട്ട് കഴിഞ്ഞാൽ എല്ലാത്തന്നെ ഉണ്ടാവും അല്ലേ? എനിക്കിതൊന്നും കാണാനല്ല ശവല്ല ഗായ്സ്. വേറെ വെറൈറ്റി അല്ല, അതന്നെ
വിജയേട്ടൻ ഇവിടെ വന്നപ്പോ എനിക്ക് എല്ലാം കാണിച്ചു തരുന്നുണ്ട്. വിജയേട്ടന് ഒരുപാട് ഫാം സ്ഥലമുണ്ട് അല്ലേ? അവിടെ കൊറേ ഒക്കെ ഉണ്ടാക്കിയിരിക്കണേ. ഇവിടെ എല്ലാം ഒക്കെ ഉണ്ട് റംബൂട്ടാൻ. അനിയന്റെയാണ്. അനിയൻ്റെ ആണ് അല്ലേ? അനിയൻ അവിടെ. ഫാമിലി ഫുള്ള് കർഷകരാണല്ലേ? ഓ ഇത് മിൽക്ക് ഫ്രൂട്ടാ. ആ. പറിക്കുന്നു വേണം, എങ്ങനെ കണ്ടാ മതി. നിങ്ങള് കണ്ടതും കഴിച്ചതും അല്ല. വേറെ വേറെ മൽവാന. പറഞ്ഞിങ്ങനെ അയ്യോ കയറിയിട്ട് മഞ്ഞ മഞ്ഞ. ഗൈസ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മളൊക്കെ വിചാരം ഒരു മഞ്ഞ ഒരു ചുമപ്പുള്ള റംബൂട്ടാൻ, പക്ഷെ ഇത് എത്രങ്ങാനും വെറൈറ്റി അറിയോ. അപ്പൊ ഞാൻ തന്നെ എത്രാമത്തെയാണോ തിന്നുന്നത് എനിക്ക് ഓർമ്മയില്ല. നല്ല ടേസ്റ്റ്. മൽവാന. മൽവാന. ഇവിടെ വന്നിട്ടേ ആ. ഒരു ഇത് തോന്നിയത് അതാണ്. കാരണം ഇവിടെ കമ്പി വെയിലില്ല, മതിലില്ല, ഇഷ്ടംപോലെ ഫ്രൂട്ട്സ്. നല്ല മനുഷ്യന്മാരാണ് ഇവിടെ ഉള്ളത്. മനുഷ്യന്മാരാണ് അല്ലേ? ഞങ്ങൾ അവിടെ കാണാത്തത് ഇവിടെ ഉണ്ട്. ഇവിടെ ഉണ്ട്. ഇത് ബിഞ്ചായി എന്ന് പറഞ്ഞാ. ബിഞ്ചായി അല്ലേ? ആ, നിങ്ങളിപ്പോ തന്നത് മൽവാന. മൽവാന കാണിച്ച മൽവാന. ഇതാണ് മൽവാന. ഇതോ തന്നെയാ? ഇത് ബിഞ്ചായി. ബിഞ്ചായി അല്ലേ? ഇത് കുറച്ചും കൂടെ വലിപ്പം ഉണ്ടാവും. ഒക്കെ നല്ല ടേസ്റ്റ്, പറയാൻ വെക്കില്ല. ഒക്കെ നല്ല ടേസ്റ്റുള്ള ഫ്രൂട്ടാണ്. എല്ലാവരും ഉള്ള സ്ഥലത്ത് കുറച്ച് സ്ഥലം ഉള്ളെങ്കിലും ഇങ്ങനത്തെ തൈകളൊക്കെ വാങ്ങി വെക്കാതെ പറയാനുള്ളൂ കേട്ടോ. നമ്മള് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് തിന്നാന്ന് പറഞ്ഞാൽ അത്ര ഹെൽത്തി ആയിട്ടില്ലല്ലേ. ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട് കഴിക്കാന്ന് പറഞ്ഞാലേ മോളോ വന്നില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. മോള് പറയാ ഓക്ക് വന്നിട്ടില്ലെങ്കിൽ ഭയങ്കര നഷ്ടമായിരുന്നു. മൽവാന, ബിഞ്ചായി ഇപ്പൊ കണ്ടൊക്കെ ഒരേപോലെ. ഇനി ഇതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ വേറെ കഴിക്കുമ്പോഴേ നിങ്ങൾക്ക് അറിയുള്ളൂ. നല്ല ജ്യൂസി ഉണ്ടോ? കൈ ഇങ്ങനെ കാട്ടി നിൽക്കണേ. ഇത് വേറെ. ഇതാണ് ഇതിന്റെ പ്രത്യേകത. ആളുകൾക്ക് മഞ്ഞയും ചുവപ്പും മാത്രം. ഇത് സ്കൂൾ ബോയ് എന്ന് പറഞ്ഞാണ് തീർന്നു. ഇതൊരു പകുതി പഴുക്കുമ്പോ തന്നെ മധുരം ഉണ്ടാവും. ഇതിന്റെ പ്രത്യേകത കേട്ടോ, വലിയ ഇവിടെ ഒന്നാരും നിരാശപ്പെട്ടു പോവില്ല കേട്ടോ. കാരണം നമുക്ക് എല്ലാം നല്ല അടിപൊളിയായിട്ട് പറഞ്ഞുതരും. ഇത് വലിപ്പം കുറവാണ്. E35 എന്ന് പറയുന്നതാണ്. 35 ഒരു കിലോ വരുന്നു. ഇതൊക്കെ ഒരു 30 ഒരു കിലോ എന്റെ കയ്യില് സ്ഥലമല്ല, തന്ന കവറ് ഫുള്ളായി. ഞാൻ എന്ത് ചെയ്യൂ? അയ്യോ E35 എന്നാണ് ഇതിന്റെ പേര് ശരിക്കും. ഒന്നും കൂടി പഴുക്കാനുണ്ട്. ഈ പച്ച കളറിലെ മുള്ള് മഞ്ഞ കളറിലേക്ക് വരുമ്പോഴാണ് ഇതിന്റെ അങ്ങനെ തന്നെ മഞ്ഞ കളർ വരണം. അപ്പോഴാണ് യഥാർത്ഥ. ഇത് കണ്ടോ, ഇത് നല്ലോണം പഴുത്ത, ഇത് കുറച്ച് പഴുപ്പ് കുറവുണ്ട്. കാരണം ഓരോന്നിനും അതിൻ്റെതായ വ്യത്യാസമുണ്ട്. അപ്പോഴാണ് അതിന്റെ പരിപൂർണമായ ടേസ്റ്റ് അറിയുള്ളൂ. മിൽക്ക് ഫ്രൂട്ട് ഒരു നവംബർ ഡിസംബർ ഓട് കൂടിയിട്ട് ഇങ്ങനെ. ഇത് കട്ട് ചെയ്യുമ്പോൾ ഒരു പാല്, കട്ട് ചെയ്യുമ്പോൾ ഒരു പാല് പോലെ വരും. അതിൻ്റെ ഒരു പ്രത്യേകതയുള്ള ടേസ്റ്റ് ഇല്ല എന്ന് ആളുകൾ പറയും. ഇതിൻ്റെ അടിയിൽ കളറ് മാറുമ്പോൾ തന്നെ ആളുകൾ പറിക്കും. അപ്പം ഇങ്ങനെ പിടിച്ചാൽ ഞങ്ങും. പക്ഷേ അടിയിലുള്ള കളറ് മുകളിൽ വരണം. ആ ഞെട്ടീൻ്റെ അവിടെ കളറ് വരുമ്പോഴേ അത് ശരിക്കും ടേസ്റ്റ് ഉണ്ടാവുക. ഇങ്ങനെ തിരിച്ച് കട്ട് ചെയ്താൽ ഞങ്ങൾ വലിയൊരു ഫാമിലിയാണ്. ഒരു 5 ബ്രദേഴ്സാണ്. അതിൽ വിജയേട്ടനുകളോട് ഇതുവരെ പറഞ്ഞിരുന്നില്ല. ആ വിജയേട്ടനാണ് ഇതിൻ്റെ എല്ലാം കൈകാര്യം ചെയ്തത്. അതെ അതെ, ഞങ്ങളത് വിജയേട്ടൻ്റെ ശിഷ്യന്മാരായിട്ട് ഇങ്ങനെ പോകുന്നല്ലോ പറയാം. റംബൂട്ടാൻ എത്ര വെറൈറ്റികൾ കണ്ടു? കുറെ കണ്ടു. വിജയേട്ടൻ്റെ അടുത്ത് എന്താ വെച്ചാല് കുറെ ദൂരം നിന്ന് ആളുകൾ ഇങ്ങനെ വന്നു വെച്ചാല് ഒരു യഥാർത്ഥ കർഷകൻ എന്താ വെച്ചാല് കളവും അറിയില്ല. അങ്ങനത്തെ അത് ഞാനൊക്കെ ചെറിയൊരു കച്ചവടക്കാരൻ കൂടിയാ. അപ്പൊ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ അത് പറയുന്നറിയാം.
കർഷക അതെ അതെ അങ്ങനെയാണെന്നാ വിചാരിച്ചാൻ പറഞ്ഞത്. ആ ഈ മൊത്തത്തില് ഒരു പറയുന്നത് എന്താ അറിയോ, അവിടെ വെയിലില്ല, ഈ ഇതിന് വെയിലില്ല, ഈ നാട്ടിലെ മനുഷ്യന്മാരൊക്കെ നല്ലവരല്ലേ. അപ്പൊ എന്ത് ചോദിച്ചു, അല്ലെ ആകെ കമ്പി വേലിയും മതിലും ഒക്കെ ഉണ്ടായിരുന്നു. ഒക്കെ അവിടെ തുറന്നു കിടക്കുകയാണല്ലോ. ഇവിടെ വന്നുകൂടിയവര് ഒന്നില്ല. വീട്ടുപേരുകൾ പറഞ്ഞാൽ തമ്മിൽ ഇപ്പോഴും അറിയുന്നവരാണ്. ബംഗാളികളോട് ചോദിച്ചാലോട് ഇവരെ അറിയുന്നു പറയാറ്. അങ്ങനെയാണ്. നമ്മുടെ വിജയേട്ടന്റെ വീടിന്റെ ഫ്രണ്ടിലും ഉണ്ട് കേട്ടോ അങ്ങനെ കുറേ കണ്ടോ. നല്ല ശരിക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇത് കാണുമ്പോ. കണ്ടോ ഇങ്ങനെ റംബൂട്ടാൻ ഉണ്ടായി നിൽക്കുന്ന വീടിന്റെ മേലെ നോക്കി നല്ല ഭംഗിയുണ്ട്. അതിങ്ങനെ കാണുമ്പോൾ മനസ്സിന് ശരിക്കും ഭയങ്കര സന്തോഷമാണ്. നമുക്ക് തൈകൾ വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് വാങ്ങിക്കാവുന്നതാണ് കേട്ടോ. കുറേ തൈകളൊക്കെ ഉണ്ട്. ഇതും ഈ റംബൂട്ടാനും ആ ഇതിന്റെയും വണ്ണ വ്യത്യാസം നോക്കാം, വലിപ്പവും. ഉം. വളർച്ച ഏറ്റവും കുറവുള്ള സാധനമാണ് റംബൂട്ടാല്ലേ. തൈകളൊക്കെ കൊടുക്കാനില്ലേ അല്ലേ? ഇത് കുറെ നടാനുള്ളതാണ്, കുറെ കൊടുക്കാനുള്ളതാണ്. നമ്മളിവിടെ തന്നെ ഉണ്ടാക്കുന്നതാണല്ലേ? നമ്മുടെ തന്നെ അല്ല, ബർമീസ് ലൂബി. ബർമീസ് ലൂബി കളറ് ആയിട്ടില്ല, കുറച്ചൊക്കെ അത് ഇത് ഉണങ്ങിയതാ? അത് ഉണങ്ങി ഉണങ്ങിപ്പോയില്ലേ? നെറ്റ് ഇടാൻ പാടില്ല ശരിക്കും ഇതിന്. നെറ്റ് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത് അല്ലേ? നെറ്റ് ഇട്ടാൽ ഇങ്ങനെ അല്ലേ ഉയർത്തിയിടണം. ചെറിയ കളർ മാറിയിട്ടില്ല അല്ലേ? പച്ച കളർ നല്ല രസമുള്ള ബർമീസ് ലൂബി, നന്നായി കായ്ക്കുകയും ചെയ്യും. നെറ്റ് ഒഴിവാക്കാനായി. ടേസ്റ്റ് ഉണ്ട് അല്ലേ? ടേസ്റ്റ് ഉണ്ട്. ഇതൊന്ന് കഴിച്ചോക്കാം, അത് ടേസ്റ്റ് ഉണ്ടോ. കേൾക്കണമെന്നില്ല കേസ്, കഴിക്കാനൊന്നുമില്ല, മഴയല്ലേ. 6 വെറൈറ്റി റംബൂട്ടാനുണ്ട് ഒരു മരത്തിലും. അത് അങ്ങനെ ബഡ് ചെയ്തുണ്ടാക്കിയാണ്. നിങ്ങൾ കഴിച്ച ആ മഞ്ഞ ഉണ്ടല്ലോ, ആ മഞ്ഞയില് വേറെ ഇനുണ്ട്. ഈ മരം പ്രത്യേക മരാട്ടോ, 6 വെറൈറ്റി ഉണ്ട്. അല്ല, ഒരു മരത്തിൽ ബഡ് ചെയ്ത് ആക്കിയതാണ്. ബഡ് ചെയ്താണ്ട് ഒരു മരത്തിൽ 6 എന്താ റംബൂട്ടാൻ ഫ്രൂട്ട് അല്ലേ? സ്വീറ്റ് അമ്പായങ്ങ അല്ലേ? മോളോ സ്വീറ്റ് അമ്പായങ്ങ ഉണ്ടായി നിൽക്കുന്നു, പൊയ്ത്തിട്ടില്ല, പൊയ്ക്കണോളൂ. സ്വീറ്റ് അമ്പായങ്ങ മോളോ ആവണുള്ളൂ, ആയിട്ടില്ല. നമുക്ക് അച്ചാറൊക്കെ ഇടാം അല്ലേ? ഒന്ന് കടിച്ചു നോക്കിയേ. അതിന്റെ സ്വീറ്റ് എന്ന് പറയുന്നത് എന്താണെന്നറിയാം, പുളി വളരെ കുറവ്, ഉള്ളിൽ സീഡുമില്ല. ഉള്ളിൽ സീഡൂല. അടി ഒരു കളിക്കൂട്. ഇനി ഇതാ വേറൊരു ഇനം. ഒറ്റക്ക് തിന്നുക മാങ്ങന്റെ ഒക്കെ ഒരു നമ്മുടെ വള്ളത്തിന്റെ തോടുണ്ടോ? ചെറിയൊരു കെട്ടുണ്ട് പഴയ കാലത്തിന്റെ. ഇതെന്താ നാവലോ? നാവലിന്റെ പോലെ ഇത് നമ്മളെ നാട്ടിൽ നിന്നതാ? അല്ല, നാവലിന്റെ റെയിൻ ഫോറസ്റ്റ് പ്ലം. റെയിൻ ഫോറസ്റ്റ് പ്ലം ആണ് കേസ്. ഇത് ഒരു മഞ്ഞ നാവലിന്റെ ഒക്കെ കളറാണ് ഇതില്ലേ? ഇതിലൊക്കെ എത്രയായിരുന്നു, കിളികൾ തിന്നിട്ടില്ലേ? നല്ല പ്രകൃതി രമണീയമായ ഒരു സ്ഥലം, സൗണ്ടും വെള്ളത്തിന്റെ ചാട്ടവും ഒക്കെ കേൾക്കല്ലേ? അങ്ങനെ വാഹനങ്ങൾ ഇത് ഭയങ്കര വണ്ടികളെ ഒച്ചയൊന്നല്ലേ കേൾക്കണത്, നല്ല കിളികളെ ഒച്ച, അതേപോലെ തന്നെ വെള്ളത്തിന്റെ ഒച്ച, അങ്ങനെയൊക്കെ കാണുന്ന ഒരു സ്ഥലമാണ്. ചെറുതായിട്ട് അത് അതൊക്കെ മുകളിലൊരു പഴുത്തത് നല്ല ബ്ലാക്ക് കളറ്. ഈ പേരയും പഴുത്തിക്കണല്ലേ? ഈ പേരയും പഴുത്തിക്കണവരെ കളറ് മാറിയ ഒരു ഭാഗം മാത്രം എടുത്തു. മോളോ നമ്മള് പുലാസാന്റെ ഒരു തൈ വാങ്ങിക്കണം കേട്ടോ, വാങ്ങാണ്. പേട്ടൻ നല്ലത് നോക്കി തരുന്നുണ്ട്. അപ്രോച്ച് ഗ്രാഫ്റ്റ് ആണ്. അപ്രോച്ച് ഗ്രാഫ്റ്റില് അതിന്റെ പ്രത്യേകത ഇത് നമ്മള് പൂവും കായൊക്കെ വന്ന കൊമ്പുകള് അപ്രോച്ച് ഗ്രാഫ്റ്റ് ചെയ്തെടുക്കുന്ന, നമ്മള് ലെയർ ചെയ്യണത് പോലെ. അതെ അതെ, ലെയറിങ് തന്നെയാണത്.
അല്ല ഇതുണ്ടോ ചെത്തിയിട്ട് ചെത്തിയിട്ട് അതേപോലെ ആ, ചെയ്യാം അല്ലേ? ആ, അപ്രോച്ച് ഗ്രാഫ്റ്റ് എന്ന് പറയും. നല്ലോണം Approach പിടിച്ചു graft. പെട്ടെന്ന് കായ്ക്കും. കായ്ക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. പ്രത്യേകത അല്ലേ? പിന്നെ ഇത് തീരെ ബലല്ല കൊമ്പുകളൊക്കെ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. ഇതിന്റെ പ്രത്യേകത വല്ലാതെ മരം വളരൂല്ല. ആ, ആ. നിങ്ങൾ കണ്ട റംബുട്ടാനേക്കാളൊക്കെ ഏറ്റവും വലിപ്പമുള്ള റംബുട്ടാൻ. ഏറ്റവും വലിപ്പമുള്ള റംബൂട്ടാൻ അല്ലേ? നമ്മൾ കണ്ട റംബൂട്ടാനിലാരൊക്കെ വലിയ റംബൂട്ടാനാണ് ഗേസ്. ഇതാക്കണേ സീസർ സീസർ 13 ഒരു കിലോ. 13 കിലോക്കോ? 10 നല്ല റേറ്റ് ഉണ്ടാവില്ലേ ഏട്ടാ? 10 എന്നാ പറയാറ്. ഇവിടെ അന്ന് റംബൂട്ടാൻ കണ്ട് 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 മതിയാവണില്ല എന്ന് പറയാലോ. വേറെ വേറെ വെറൈറ്റി. ഇതുണ്ടോ, ഇതും ആ റെഡും തമ്മിലുള്ള വ്യത്യാസം കണ്ടേ? നല്ല വലുതാണിത്. നല്ല വലുതാണ്. ഉള്ളില് യെല്ലോ കളറും അതിന്റെ മുള്ളൊക്കെ അതെ റെഡും അതെ അല്ലേ? അതെ, അതാണ് ഇതിന്റെ ഇതാണ് പ്രത്യേകത. ശരിക്കും തനി നിങ്ങൾ റെഡല്ല. പുതിയൊരു ഐറ്റം കണ്ടെത്തിക്കണ അതിന്റെ പേര് അത് ഇട്ടിട്ടില്ല. വേറെ ഞങ്ങൾ പറഞ്ഞു. അടുത്ത പ്രാവശ്യം പറഞ്ഞുതരാം. അടുത്ത പ്രാവശ്യം വരുമ്പോ പറഞ്ഞുതരാന്നാണ് ഏട്ടൻ പറയണത്. എനിക്കൊരു കഴിക്കാൻ സ്ഥലമല്ലോ. ഏതായാലും ഇതിന്റെ ടേസ്റ്റ് കൂടെ എന്തോ വലുപ്പല്ലേ കാണിച്ചെടുക്കുമ്പോളോ. വാ നല്ല വലുപ്പുണ്ട്. ആ കുലാസാനൊക്കെ തിന്ന് കൈന്റെ കളറിനെ സീസർ. സീസർ ഇനി തൊട്ട് താഴെ കിങ് അവിടെ കിടക്കുന്നുണ്ട്. എങ്ങനെയോ ചാടി മുളച്ചുണ്ടായതാണ്. അത് കായുണ്ട്. പക്ഷെ ഈ കാഴ്ച പോലെ ആ ഇതുണ്ടോ ഏറ്റവും ചെറിയത്. പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത ഈ ഒരു ടേസ്റ്റ് പഴുക്കണ സമയത്ത് ഉണ്ടായിരുന്നില്ല. ഇത് പച്ച കളർ ഉണ്ടായി വരുന്ന സമയത്തും ഈ മഞ്ഞ കളറിലാണ് ഉണ്ടാവുക കേട്ടോ ഏട്ടൻ പറയണേ. ഇത് ഈ കാണുന്ന ടേസ്റ്റ് ഒന്നും ആദ്യ സമയത്ത് ആദ്യത്തെ വർഷത്തിൽ മധുരം വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് മധുരമൊക്കെ കൂടി ഉഷാറായിട്ട്. ആദ്യത് ഞങ്ങൾ കഴിക്കുന്നല്ലായിരുന്നു. ഒന്ന് ചെറിയൊരു റെഡ് കളറാവും. അപ്പോഴാണ് ഇത് പറിച്ചിട്ട്. ഇത് മുള്ളില്ലാത്ത പൈനാപ്പിൾ അല്ലേ? ഇത് മുള്ളില്ലാത്ത പൈനാപ്പിൾ. ഇതിമുണ്ടായിട്ട് ഉണ്ടായിരുന്നോ? ഒക്കെ കഴിഞ്ഞു അല്ലേ? 7 കിലോ വരെയൊക്കെ തൂക്കമുണ്ടായിരുന്നു. ഇത് നമ്മൾ നേരത്തെ കണ്ട റംബൂട്ടാൻ സീസർ അല്ലേ? അതിന്റെ താഴെ ആ കാണുന്ന വലിയ മരം അത് കിങ് അല്ലേ? ബാക്ക് ഒരു പേരിട്ടാ മതി ഗാർഡന്. നിന്നെ പോലെ കഴിക്കാനുള്ള കുട്ടികളുണ്ടായാൽ മതി. എന്നാ തന്നെ സന്തോഷം. ഇവിടെ എന്താ വെച്ചാലേ ഇവിടെ എന്റെ പേരക്കുട്ടികൾ വന്നാൽ നല്ല കഴിക്കും. അതേമാതിരി അനിയന്റെ കുട്ടികൾ ഒക്കെ പറിച്ചു കൊടുക്കണം. അതിന്റെ ഇലക്ക് വ്യത്യാസം ഉണ്ടാവും. കൊടുക്കാനുള്ള തൈകൾ ഫുള്ളും ഇതേട്ടന്റെ വീട്ടിലാണുള്ളത്. അപ്പം നമ്പർക്ക് ചോദിക്കുക. തൈകൾ വാങ്ങാനാണെങ്കിൽ അങ്ങനെ ചോദിച്ചു വരിക. പിന്നെ നിങ്ങൾക്ക് എന്താ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായ സമയത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അത് വിളിച്ച് ചോദിക്കണം. ഫ്രൂട്ട്സ് ഉണ്ടോ ഇല്ലേ എന്നൊക്കെ എപ്പോഴാണ് അറിയാൻ കഴിയുള്ളൂ. ഇല്ല സമയത്ത് വന്നാലും വിളിക്കണം. അതായത് എപ്പോൾ വന്നാലും വിജയേട്ടനെ കാണാൻ പറ്റൂല. കാരണം തിരക്കുള്ള ആളാണ്. കുറെ ഇതൊക്കെ നോക്കി നടത്തണ്ടേ. അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഫോൺ വിളിച്ചാലും നിങ്ങൾക്ക് എല്ലാ സമയത്തും ചിലപ്പം കിട്ടണമെന്നുണ്ടാവില്ല. ഏത് സമയത്ത് നിങ്ങൾ ഫ്രീ ആവുക? വിളിച്ചാൽ എപ്പോഴാലും ഫോൺ കയ്യിലുണ്ടാവും. ഗൈസ്, ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. തിരിച്ചു പോകുമ്പോഴും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. അതിന് കാരണം ഇതൊക്കെ ആളാണ്, നമ്മുടെ വിജയേട്ടനാണ്. വിജയേട്ടന് ഞങ്ങളെ പറ്റി എന്താ പറയല്ലേ? ഞാൻ എന്താ പറയേണ്ടത്? എല്ലാം മിടുക്കികളാണ്. തിന്നാലും അതിന്റെ ടേസ്റ്റ് അപ്പൊ തന്നെ പറയും. ഒരു സെക്കൻഡ് കൊണ്ട് അയ്യോ എന്ന് പറയുന്നത് കിട്ടിയാൽ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉണ്ടല്ലേ? സ്റ്റാർട്ടിങ് അല്ലേ ഞങ്ങൾ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഇതിലൊക്കെ കാണുന്നത്. ഇനി നിങ്ങളോട് വേറെ കാര്യം പറയാനുള്ളത്, എവിടെ ചെന്നിട്ടായാലും നമ്മൾ എന്ത് ഫ്രൂട്ട്സ് കഴിക്കുകയാണ് ടേസ്റ്റ് തോന്നിയിട്ടില്ല എന്ന് പറയും. അല്ല അതെന്താ വെച്ചാല് നമ്മൾ പറയുമ്പോൾ നിങ്ങളൊക്കെ അത് പറയുമ്പോൾ മറ്റുള്ളവരിങ്ങനെ ശരിക്കും കരുതും ഇത് ടേസ്റ്റ് ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റ് ആണ്. എന്നിട്ട് അത് തൈ വാങ്ങിക്കൊണ്ടേക്കും. എന്നിട്ട് അത് 2-3 വർഷം അത് ഞാനതല്ല പറഞ്ഞത്, 2-3 വർഷം കഴിഞ്ഞിട്ട് ഇത് കായ്ക്കുമ്പോ പറയാ ഒരു ടേസ്റ്റും ഇല്ലത് പറയും. അപ്പൊ അത് പറയിക്കരുത്.
ടേസ്റ്റ് അതിന് ഇല്ലാത്ത നിങ്ങള് ടേസ്റ്റ് ഇവിടെ ഇല്ലാന്ന് വന്നിട്ട് തന്നെ തൈ പറയണം. വാങ്ങിയിട്ട് വെക്കണം എന്നാലേ ഞങ്ങള് ഇതേ എന്ന് ടേസ്റ്റ് പറഞ്ഞാലേ കിട്ടുള്ളൂ ചേട്ടാ. കേട്ടോ. അങ്ങനെയൊന്നുമില്ല. എവിടുന്ന് കിട്ടുകയാണെങ്കിൽ ചേട്ടാ ഞങ്ങള് എവിടുന്ന് പറഞ്ഞാലേ കിട്ടുകയാണെങ്കിൽ നല്ല അല്ല, തൈകൾ വാങ്ങി. ചേട്ടാ ഞങ്ങളെന്ന് പറഞ്ഞാല് ഇതിനോട് നല്ല ഇഷ്ടമുള്ള ആൾക്കാരാണ്. ഉം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഉം. അല്ലെ. വീഡിയോ ഓക്കെ, കണ്ട് ഞങ്ങൾ അതൊക്കെ തേടി ഓക്കെ. പിടിച്ച് വരണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അതിനോട് ഇഷ്ടമുള്ള ആൾക്കാർ ആ, തന്നെയാണ്. ഉം. കാരണം എത്ര യൂട്യൂബേഴ്സ് ഉണ്ട്. ഇപ്പൊ ഞങ്ങൾ യൂട്യൂബിൽ തന്നെ വെറും ഗാർഡൻ മാത്രമല്ല ഉം. എല്ലാം വിടുന്നുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് നിങ്ങൾ എടുത്ത് വന്നത്. ഉം. പിന്നെ കുറെ കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചറിയാലോ എന്ന് കരുതിയിട്ട്, അല്ലാതെ വെറുതെ വന്ന് വീഡിയോ എടുത്ത് പോയിക്കല്ല. ആ, അതെ. ഞങ്ങൾക്ക് വേണ്ടിയ കാര്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിച്ചു ചോദിക്കണം, ആ. പറയണം, അവനവൻ അറിയുന്നത് പറഞ്ഞു പറഞ്ഞു കൊടുക്കണം. കൊടുക്കണം. അങ്ങനെ ഒക്കെ മറ്റുള്ളവർക്കും കൂടി ഇത് ഉപകാരപ്പെട്ടോട്ടെ വിചാരിച്ചിട്ട് കുറെ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് ചോദിച്ചു. അതിനുള്ള മറുപടി ഒക്കെ നിങ്ങൾ തന്നു. ഇനി ഇൻഷാല്ലാ നല്ല നിങ്ങൾക്ക് വീണ്ടും അഭിയൊക്കെ കാണാം. ഉണ്ടാകുന്ന സമയത്ത് ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വരും കേട്ടോ. ഓക്കെ ഫുൾ ഫാമിലി ആയിട്ട് ഓക്കെ വീഡിയോ വരുന്നുണ്ട്. അത്രേ ഉള്ളൂ. ഓക്കെ ബൈ ശരി. ബൈ. ബൈ കൊടുത്തണി.